നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു അനുഗ്രഹം. ഒരു സാധാരണക്കാരനാ ഈ യോഗം സമാധിയെ പോലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതോ ഭക്ഷണമൊക്കെ കഴിക്കാതെ 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 അങ്ങനെ എല്ല് പോലെയായി അങ്ങനെ 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 ഒരു ദിവസം ഭഗവാൻ വത്സ എഴുന്നേൽക്കൂ, ഇല്ല അങ്ങനെ വത്സ എഴുന്നേൽക്കൂ എന്ന് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വല്ല കടം മേടിച്ച ആള് പറയുന്നതായിരിക്കും എഴുന്നേക്കാൻ കാശ് തരാൻ. ആരും വന്ന് അങ്ങനെ പറയില്ല. അപ്പൊ ഒരുപാട് കഴിച്ചവന് കിട്ടൂ? ഇല്ല. തീരെ കഴിക്കാത്തവനും അവനും കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണമേ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ, ഒരുപാട് കഴിച്ചവനും തീരെ കഴിക്കാത്തവനും, ഏകാന്തം അനശ്നത അത്യന്തം തീരെ, ഏകാന്തം എന്ന് പറഞ്ഞാൽ അത്യന്തം തീരെ എന്നൊക്കെയാണ്. അനശ്നത ഭക്ഷിക്കാത്തവന് യോഗ ന അസ്തി, യോഗം ഉണ്ടാകില്ല. പിന്നെ ആർക്കാ ഉണ്ടാകാത്തത്? അതുകൊണ്ട് യോഗം ഉണ്ടാകുന്നില്ല, സമാധി അനുഭവം എനിക്ക് കിട്ടുന്നില്ലല്ലോ സ്വാമി എന്നാണെങ്കിലോ ഒന്നിതായിരിക്കാം. രണ്ട് പറയുന്നു, അതിസ്വപ്നശീലസ്യ. അതിസ്വപ്നശീലസ്യ എന്ന് പറഞ്ഞാൽ അധികം ഉറങ്ങുന്നവൻ. ഒരുപാട് ഉറക്കമുള്ളവന് കിട്ടുമോ? കിട്ടൂല. കാരണം എന്താ? അവനിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അവന് ഉറക്കം വരും. ചിലർക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവരെവിടെ എങ്ങനെയാ? ആ ഗീതയൊക്കെ കേൾക്കുമ്പോഴേക്ക് ഓം സദാശിവസമാരം അല്ലേ? പിന്നെ ആ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണ, അപ്പോഴേക്കും അവരാ കാര്യം അറിയുന്നു പറയാം. 3 ശാന്തിയാകുമ്പോഴേക്കും എന്താ ഇന്നത്തെ പ്രഭാഷണം, ഓ പക്ഷെ നിങ്ങൾ ഈ വെറുതെ ചിരിച്ച് സ്വാമിയെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇടയ്ക്ക്. ഭാര്യ ഭർത്താവിനെ നിർബന്ധിച്ച് കർണാടക സംഗീതത്തിന് കൊണ്ടുപോയി. ഇന്നലെ പറഞ്ഞ അതേ ഭാര്യയും ഭർത്താവും. ഇദ്ദേഹം വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പോയി അവിടെ ഇരുന്നു. ഒരു അരമണിക്കൂറായി അതിങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ ആരംഭം. പിന്നെ വന്നിരുന്നിട്ട് ഇവരിതിന്റെ മുകളിൽ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ദേഷ്യം പിടിക്കുക. ഇയാൾ എന്തായി കാണിക്കുന്നത്? കുറെ നേരം അത് തിരിക്കണം, പിന്നെ മറ്റേ ആള് ടക്ക ടക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. എന്നാ ഇതൊക്കെ ഇവർക്ക് ശരിയാക്കി ഇവിടെ വന്നിരുന്നൂടെ, മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതി തുടങ്ങി. ഇയാൾക്കാണെങ്കിൽ അടുത്ത വരി കിട്ടുന്നില്ല. ഈ എന്ന് പറഞ്ഞിട്ട് ഈ പാടിയ തന്നെ ഇത് തന്നെ അടുത്ത വരിയിലേക്ക് പോകുന്നേ ഇല്ല ഈ വിദ്വാൻ എന്ത് ചെയ്തിട്ട്. പാടിയത് തന്നെ പാടി വീണ്ടും പിറകിലേക്ക് വന്ന് വീണ്ടും പിറകിലേക്ക് വന്നു. അപ്പോഴേക്കും പലരും ഇതായി. അപ്പൊ ഭാര്യ മുട്ടുകൊണ്ട്, ഈ കാൽമുട്ടുകൊണ്ട് ഭർത്താവിനിങ്ങനെ മുട്ടുന്നുണ്ട്, ഇങ്ങനെ ടക്കും ടക്കും എന്ന്. അപ്പൊ അദ്ദേഹം കണ്ണു തുറന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്ര നല്ല പരിപാടി നടക്കുമ്പോഴേ ഒരാൾ ഉറങ്ങുന്നത് കണ്ടോ? ഇത് പറയാനാണോ നീ എന്നെ ഉണർത്തിയത്? ഇതൊക്കെ വലിയ ക്രൂരമായിട്ടുള്ള ഒരിതാണ്. നല്ല കച്ചേരിക്കൊക്കെ മുൻപിൽ പോയിരുന്ന് അങ്ങോട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ കണ്ണടച്ച് ലയിക്കാറുണ്ട്. അത് വേറെ, അത് നമുക്കറിയാൻ പറ്റും. കണ്ണടച്ചാരും ഇങ്ങനെ ലയിക്കാറില്ല. ഇല്ലേ? അതുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക മറ്റത് അതിങ്ങനെ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു രസമാണ്. അവരങ്ങനെ ആ ഒരു ആനന്ദത്തിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഈ ബാവുൾ സംഗീതമൊക്കെ അവരങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ അവരൊരു എന്താ പറയുക ഇങ്ങനെ ഉയർത്തും നമ്മളെ. മറ്റേ കച്ചേരി പോലെയൊന്നുമല്ല, നാഡീഞരമ്പിനെ തളർത്തുന്നതല്ല, അത് ഒരു ട്രാൻസാണ്, ഉയർത്തുന്നതാണ്. അവരാ ഒരു എന്താ വൈദിക ഒരു രീതിയാണ്. ഇപ്പൊ ടാഗോറൊക്കെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളാണ്.
ബംഗാളിലൊക്കെ ഉൾഗ്രാമങ്ങളിൽ കഴിയുന്ന യോഗികളാണ് അവര്. ബാവുൾ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ പോയി കേൾക്കണം എന്ന് പറയും. ഒന്നുമില്ല, അവര് പറയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ എവിടെയൊക്കെയോ നമ്മളെ തൊട്ടുണർത്തുന്ന ചില വിദ്യകൾ, മാസ്മര വിദ്യകൾ ആ സംഗീതത്തിലുണ്ട്. അപ്പൊ ഉറങ്ങുന്ന ഈ എവിടെ പോയാലും ഉറങ്ങുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഇത് സംഭവിക്കില്ല. അവരനന്യ ഉറങ്ങും. അതിസ്വപ്നശീലസ്യ ച ന. ഇനി ജാഗ്രത ച ന ഏവ, എന്നാ ഉറങ്ങാത്ത ആൾക്കാർ, അങ്ങനത്തെ കേസുണ്ട്. മറ്റുള്ളവരെ ഉറക്കൂല്ല, അവർക്ക് ഉറക്കുമില്ല, അവരുറങ്ങുകയില്ല. അങ്ങനെയുള്ളവനും സാധ്യമല്ല എന്ന് പറയുമ്പോ നമ്മളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ടേ? നമ്മളെ പോലുള്ള ആളുകൾക്കാണല്ലോ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഒരുപാട് ഉറങ്ങാതെ, ഒരുപാട് ഉറങ്ങി, രണ്ടു കൂട്ടർക്കുമില്ല. മിതമായ ഒരു ജീവിതം, എല്ലാറ്റിലും മിതത്വം പുലർത്തുന്ന ഒരു സാധാരണക്കാരനെയാണ് ഭഗവത്ഗീത യോഗി എന്നും സമാധി അനുഭവിക്കുന്നവനെന്നും അത് അനുഭവിക്കാൻ യോഗ്യനെന്നും പറയുന്നത്. മനസ്സിലാക്കും. ഇതാരാ പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല. ഇതൊക്കെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതെന്ന് പറയാം. പകരം നമ്മൾ എത്ര കാലമായിട്ട് എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും ഇതിന് അധികാരമില്ല, നിങ്ങൾക്കിത് സാധ്യമല്ല. അയ്യേ, സ്ത്രീകൾ ധ്യാനിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അടുക്കളയിൽ ഇങ്ങനെ അടുക്കള പണിയെടുത്ത് കഴിഞ്ഞോളുക. ധ്യാനമൊക്കെ ഞങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുന്നവർ. നിങ്ങൾ ആ കാശ് ഇങ്ങോട്ട് തന്നാൽ മതി. അതൊന്നും പരിപാടി നടപ്പില്ല എന്ന് പറയാം. തുടർന്ന് യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരസ്യ, യുക്തമായ, യുക്തം എന്ന് പറഞ്ഞാൽ ക്രമമായ ആഹാരവും വിഹാരവും, ഭക്ഷണവും വിനോദവും. വിഹാരം എന്നാ പറഞ്ഞിരിക്കണം, വിനോദം. അത് നിങ്ങളൊരു ഗൗരവമാർന്നവനാകരുത്. നിങ്ങളൊരു മിലിറ്ററിക്കാരനല്ല എന്ന് പറയാം. അതിർത്തിയിൽ ഗൗരവമാവാം, പക്ഷെ ധ്യാനത്തിൽ വേണ്ട. അറ്റൻഷൻ, മെഡിറ്റേറ്റ് പറ്റില്ല. ഒരു മേജർ ജനറലിന് മിലിറ്ററിക്കാരെ മുഴുവൻ ഭരിക്കാൻ അങ്ങോട്ട് ഇരുത്തിയിട്ട് ധ്യാനിച്ചോളൂ എന്ന് പറയുന്നത് അവരോട് വേണമെങ്കിൽ ഫെയർ എന്ന് പറയാം, അല്ലേ? അങ്ങനെ വേറെ പല നിർദ്ദേശങ്ങളും നമുക്ക് കൊടുക്കാം. കുട്ടികളെയൊക്കെ അസംബ്ലിയിൽ ഇരുത്തിയിട്ട് പറയുമല്ലോ, അല്ലേ? അവര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരതുപോലെ ചെയ്തോളൂ. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എഴുന്നേക്കും, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കും, വീണ്ടും എഴുന്നേൽക്കാൻ പറഞ്ഞാൽ വീണ്ടും എഴുന്നേക്കും, വീണ്ടും പറഞ്ഞാൽ ഇരിക്കും, വീണ്ടും പറഞ്ഞാൽ എഴുന്നേക്കും. ഇല്ലേ? ഒരു 10 or 15 പ്രാവശ്യം നിങ്ങൾക്ക് പറയാമെന്ന് പറയാം. പക്ഷെ ഒരു ഗ്രാജുവേഷൻ ക്ലാസ് പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ 2 പ്രാവശ്യം, 1 പ്രാവശ്യം തന്നെ അധികമായിരിക്കും. 2ാമത്തെ പ്രാവശ്യം അവര് നമ്മളോട് പറയും ഗെറ്റ് ഔട്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് യുക്താഹാര വിഹാരസ്യ, ക്രമമായ ഭക്ഷണം, ക്രമമായ വിനോദം. വിനോദം പറയുന്നു. വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് പാർക്കിൽ പോവുക, അല്പം തമാശകളൊക്കെ പറയുക. അല്ലാതെ ഞാനൊരു വേദാന്തി എന്ന നിലയ്ക്ക് നീ എന്താ എന്നോട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എപ്പോഴും നീ ബ്രഹ്മാവിനെ കുറിച്ചും അല്ലെങ്കിൽ ശിവപാർവതിമാരെ കുറിച്ച് പറയും. നീ എന്ത് ഈ അടുത്ത വീട്ടിലെ ശിവനെ കുറിച്ച് പറയുന്നത്? ഇങ്ങനെ ഒരു സീരിയസ് ഒരു ഗൗരവമാർന്നവനാകാതിരിക്കും. ഭഗവാൻ പറയുന്ന വാക്കുകളൊക്കെ നോക്കിക്കോളൂ. യുക്താഹാര വിഹാരസ്യ. വിഹാരം എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ കുട്ടികളോട് കളിക്കുമ്പം. ഭഗവാൻ തന്നെ ഒരു ലീലയായിട്ട് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അല്ലേ? സൗന്ദര്യ പിണക്കങ്ങൾ പോലും ഭഗവാൻ കാണിച്ചു തന്നിട്ടില്ലേ, അല്ലേ? അവര് തമ്മിൽ കുടുംബക്കാര് അവരുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭഗവാൻ
അമ്മയുടെ വീട്ടുകാരെ കുറിച്ചും ആ സമയത്ത് അവര് ഭഗവാനെ കുറിച്ചുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴിചാരുന്ന കഥകളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വല്പ വിഹാരങ്ങളൊക്കെ ആകാമെന്ന. അതുകൊണ്ട് നിങ്ങളൊരു ഗൗരവക്കാരനാവരുത്. എന്നിട്ടോ കർമ്മസു യുക്തചേഷ്ടസ്യ, കർമ്മങ്ങളിൽ ക്രമമായി വ്യാപരിക്കുന്നവൻ. കർമ്മങ്ങളിലൊക്കെ ഒരു ക്രമ വ്യാപാരം അത് ആവശ്യമാണ്. യുക്തചേഷ്ടസ്യ, യുക്തമായ, ഒരുപാട് ഇടപെടലും വേണ്ട, പൂർണ്ണമായിട്ടുള്ള വിരാമവും വേണ്ട. നമ്മുടെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. വീട്ടിൽ എന്ത് നടക്കുന്നു നമ്മൾ അറിയണം. അല്ലാതെ ബാക്കി ലോകത്തിലെ മുഴുവൻ കാര്യം അറിയാം, വീട്ടിലെ കാര്യം അറിയില്ല. ചിലരുടെ കാര്യം അങ്ങനെയാണ്. അയ്യോ അതെ അങ്ങനെയാ. ഒരു വിദ്വാൻ ഇതുപോലെ ഒരാൾ ചോദിച്ചു, എവിടെയാ നിങ്ങൾ കണ്ടില്ലല്ലോ? ഞാനൊരു കവി സമ്മേളനത്തിന് പോയത്. കവി സമ്മേളനം അതെവിടെയാ? അത് ഇന്നടത്താണ്. ഓ നിനക്കറിയില്ല? ഇല്ല, എനിക്കറിയില്ല എന്ന് പറയും. നിനക്ക് കാഫ്കയെ അറിയോ? കാഫ്ക? ഇല്ലല്ലോ, അറിയില്ല. പോട്ടെ, കാമുവിനെ അറിയോ? കാമോ? നെരൂദയെ അറിയോ? ഇല്ല. നിനക്ക് ചുള്ളിക്കാടിനെ അറിയോ? എനിക്ക് പാലക്കാട് അറിയാം. അവന് കാഫ്കയെ അറിയില്ല, കാമു അറിയില്ല, നെരൂദ അറിയില്ല, ഒന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് ഇതുപോലും ചോദിച്ചു, അതും അവനറിയില്ല. ആകെ അറിയുന്നത് അവന് പാലക്കാട്. അപ്പൊ ഇയാൾ പറയാണ്, നീയൊക്കെ എന്റെ സുഹൃത്താന്ന് പറയാൻ തന്നെ എനിക്ക് നാണാകുന്നു. ഒരു കവിയെ പോലും ഒരു കവിത പോലും അറിയാത്ത നീയൊക്കെ എങ്ങനെയാണ് കേട്ടോ ജീവിക്കുന്നത്? അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു, നിനക്ക് വേലായുധനെ അറിയൂ? വേലായുധനോ? അതാരാണ്? ഇപ്പൊ നിന്റെ വീട്ടിൽ പോയാൽ കാണാം, നിന്റെ ഭാര്യയുടെ പുതിയ കാമുകൻ. ഇപ്പൊ മൂപ്പര് അവിടെ ലാത്തിയടിച്ചിരിക്കുന്നുണ്ടാവും. വലിയൊരു രസകരമായ ഒരു തമാശയായത്. കാരണം നാം അറിയേണ്ടുന്നത് ഈ കാമുവിനെയും കാപ്പുകേനെയും ഒക്കെ അറിയുന്നതോടൊപ്പം വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് യുക്തമായ യുക്തചേഷ്ടസ്യ എന്ന് പറയുമ്പം നാം അറിയാതെ പോകരുത് ഒന്നും. നമ്മുടെ വീട്ടിൽ എന്താണ്, ചുറ്റുപാട് എന്താണ്, കാര്യങ്ങളെക്കുറിച്ചൊരു സാമാന്യ ബോധം ഉള്ള ഒരാൾ. അതുപോലെ യുക്ത സ്വപ്നാവബോധസ്യ, ഉറക്കത്തിൽ ക്രമം, ഉണർച്ചയിൽ ക്രമം, ഒരു നിഷ്ഠയുമില്ലാത്ത 12 മണിക്ക് ഉറക്കം, അല്ലെങ്കിൽ 12 മണിക്ക് കഴിക്കുക, ഇടയ്ക്ക് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്ന് കുറെ അങ്ങോട്ട് കഴിച്ചു, അതെല്ലാം കൂടെ അടച്ചു വെച്ചു. ഒന്നിനുമില്ല ഒരു വ്യവസ്ഥ. വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതില്, ഉറക്കത്തില് എല്ലാം ചിലപ്പോ ഇങ്ങനെ ഒരുപാട് കഴിച്ച് പിന്നെ ഒന്നും ഷർട്ടൊന്നും അഴിച്ചു വെക്കാൻ തന്നെ ഒന്നും പറ്റില്ല, അങ്ങനെ തന്നെ പോയി കിടക്കും. രാവിലെ എഴുന്നേറ്റ് വരുന്നതും അങ്ങനെയായിരിക്കും. ഒരു കപ്പ് വെള്ളം പോലും ഇതാക്കാതെ ഒരു ചായ അങ്ങനെ തന്നെ അങ്ങോട്ട് കുടിക്കും. ഒന്നിനുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു യുക്ത സ്വപ്നാവബോധസ്യ, ക്രമമായി ഉറങ്ങുക, ക്രമമായി ഉണരുക. അവർ കിടക്കുന്ന ആ കിടക്ക കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കാരണം അത് വിരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കുറെ സാധനങ്ങൾ ഈ പുകയില കിടക്കുന്നത് പോലെ ആയിരിക്കും ബെഡ്ഷീറ്റ് ഇങ്ങനെ കിടക്കുന്നത്. അതൊക്കെ ഇങ്ങനെ തലേന്ന് കിടന്നതിന്റെ ഒരു കോലത്തിൽ ഇങ്ങനെ ഉണ്ടാവും. 2-3 എണ്ണം ഇങ്ങനെ കാണാം. ഇങ്ങനെ തലയണ കവറിൽ നിന്ന് പകുതി ചാടിയിട്ട് തവളയെ റോട്ടിൽ സ്കൂട്ടറിന് കുടുങ്ങിയതുപോലെയാ, പകുതി പുറത്തും പകുതി ഇല്ലേ. അങ്ങനെയൊക്കെയാണ് കിടക്കുന്നതോ ഇങ്ങനെ കമഴ്ന്നുകൊണ്ടിങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഞാൻ ഉറങ്ങാൻ പോവാണ് എന്നൊക്കെ ഉള്ളൊരു ശ്രമിക്കും. യുക്ത സ്വപ്നാവബോധസ്യ അവന് ദുഃഖ യോഗ ഭവതി. അവന് എന്താ പറയാ, യോഗം ഇങ്ങനെയുള്ളവന് ദുഃഖ, ജന്മ ദുഃഖം കെടുത്തുന്ന, എല്ലാറ്റിന്റെയും ദുഃഖത്തിന് ഹാനിയുണ്ടാക്കുന്ന യോഗം അവന് ഭവതി വന്നു ചേരുന്നു എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഫലത്തെക്കുറിച്ച് ഭഗവാൻ പറയും.
ക്രമമായ ഭക്ഷണം, വിനോദം, അതുപോലെ കർമ്മങ്ങളിൽ ക്രമമായിട്ടുള്ള വ്യാപരിക്കല്, ഉറക്കം, ഉണരൽ, എല്ലാറ്റിലും ആരാണ് ക്രമത്തെ പിന്തുടരുന്നത് അവന് എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന യോഗം സംഭവിക്കുന്നു. അപ്പൊ യോഗം സംഭവിക്കുന്നതിന്റെ ഫലം അതും ഭഗവാൻ പറയാണ്, ദുഃഖ നിവൃത്തിയാണ് എന്ന് പറയാം. തുടർന്ന് അതായത് ഈ ഒരു ധ്യാനത്തെ നമുക്ക് പല പ്രകാരത്തിൽ നോക്കിക്കാണാം. ഏതൊരു സൂചനയാണ് നമുക്ക് ധ്യാനത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സൂചനകൾ തരുന്നുണ്ട്. ഇപ്പം ഒരു മരത്തിൽ നിന്ന് പൊഴിയുന്ന ഇല ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പര്യാപ്തമാണ് എന്നൊക്കെയാണല്ലോ അല്ലേ? അല്ലെങ്കിൽ പൂർവികന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ മതിയായിരുന്നു. അപ്പൊ ഇപ്പം നമ്മളെ സംബന്ധിച്ചും ഇത് തന്നെ മതി എന്ന് പറയാം. അപ്പം ഒരു പ്രകൃതിയിലെ ചില ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ പാഠം പഠിക്കാൻ സാധിക്കണം എന്ന് പറയാം. ഈ ധ്യാനം നമുക്ക് മാത്രമുള്ളതാണോ? അല്ല, മൃഗങ്ങളിലൊക്കെ കാണാം. മൃഗങ്ങൾ പത്മാസനത്തിൽ ഇരുന്നിട്ടൊന്നും ആയിരിക്കില്ല ധ്യാനിക്കുന്നത്. നിങ്ങൾ നമ്മുടെ വീട്ടിലെ നായ്ക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ നായ അടുത്ത വീട്ടിലെ ഒരു പൂച്ച നമ്മുടെ വീട്ടിലെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയെന്നിരിക്കട്ടെ. മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ മരത്തിന്റെ മുകളിലാണ് ആ പൂച്ചയുടെ നിൽപ്പ് എങ്കിൽ ഈ നായ ചെവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് വാലൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ നോക്കും. ആ നായയില് ഗതകാല സങ്കല്പങ്ങളോ ഭാവികാല ആശങ്കകളോ ഒന്നുമില്ല. അതൊരു ധ്യാനത്തിലുള്ള നിൽപ്പാണ്. അത് എന്താ പറയാ, പരമമായ അതിന്റെ വളരെ അടുത്താണ്. അത് അങ്ങേയറ്റത്തെ ജാഗ്രതയെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ ജാഗ്രത. അതുപോലെ പൂച്ച കണ്ടിട്ടുണ്ടോ? പൂച്ച ഒരു എലിയെ പിടിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു ധ്യാനമുണ്ട്. എലിയെ കണ്ട ഉടനെ പൂച്ച ചാടില്ല. പൂച്ചയൊന്ന് ഉൾവലി, അതിന്റെ രണ്ട് കൈവൊക്കെ ഒന്ന് സ്റ്റഡിയാക്കി വെച്ചു, ശരീരത്തെ ഒന്ന് പിറകിലേക്ക് വെച്ചു, അല്ലേ? ഒരു നിൽപ്പുണ്ട്, എലിയെ തന്നെ നോക്കിക്കൊണ്ട്. അടുത്ത നിമിഷം അത് ചാടും. അപ്പൊ ഊർജ സമാഹരണമാണ് ധ്യാനം. ഈ ധ്യാനത്തിൽ നിന്ന് പിന്നെയാണ് നമ്മൾ കർമ്മത്തിലേക്ക് വരുന്നത്. അല്ലാതെ ധ്യാനത്തോടുകൂടി ഉറക്കമല്ല, നിദ്രയല്ല. ഇതൊക്കെയാണ് ധ്യാനത്തിന്റെ സൂചനകൾ. അങ്ങേയറ്റത്തെ ജാഗ്രതയെ കൈവരിക്കൽ, വർത്തമാനത്തിൽ വർത്തിക്കൽ, ഗതകാല സംഭവങ്ങളോടും ഭാവികാല ആശങ്കകളും ഇല്ലാതെ പൂർണ്ണമായ വർത്തമാനത്തിൽ വർത്തിക്കുക. ഭഗവാൻ ധ്യാനത്തിന്റെ ആർക്കാണ് യോഗം സിദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. മിതമായ ഭക്ഷണം, മിതമായ ഉറക്കം, അതുപോലെ മിതമായ വിഹാര കർമ്മങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാം ഒരു മിതമായിട്ടുള്ള രീതിയിൽ. ഈ മിതത്വമാണ് ഒരുവനെ സത്യം അറിയാൻ സഹായിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഇതൊരു വിഷമം പിടിച്ച ഏർപ്പാടല്ല. അതുകൊണ്ട് ഭഗവാന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരു സത്യമാണ്. ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് നേടേണ്ടുന്നതല്ല എന്ന് പറയും. ഗുരു ശിഷ്യരോട് ധ്യാനത്തെക്കുറിച്ചും ആ സത്യം സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. ശിഷ്യര് പരാതി പറയും, ഗുരു അങ്ങത് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഗുരു പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഏതായാലും അവരോട് ഒരുമിച്ച് ഗുരു യാത്ര ചെയ്യായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് അവരൊരു എന്താ പറയാ, മലയുടെ ചെരുവിലൂടെ നടക്കുക. ആ സമയത്ത് ഒരു കിളി കരഞ്ഞെന്ന് പറയാം. അപ്പൊ ചോദിച്ചു ഗുരു, നിങ്ങൾ ആ കരച്ചിൽ കേട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, കേട്ടു. ഇപ്പൊ മനസ്സിലായോ ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്ന്?
വളരെ സൂക്ഷ്മമാണ് ഗുരുവിന്റെ എന്താ പറയുക അധ്യാപന രീതി. ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്ന് പറയാം. ഗുരു തുടർന്ന് പറയുന്നു, നിങ്ങളതിനെ കേട്ടുവെങ്കിൽ അതിനൊരു കേൾക്കേണ്ട രീതിയുണ്ട് എന്ന് പറയാം. നിങ്ങൾ ഈ വൃക്ഷത്തെ കണ്ടുവെങ്കിൽ, നിങ്ങൾ വൃക്ഷത്തെ കാണുന്ന സമയത്ത് ആ വൃക്ഷത്തെ ജാതി തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ വൃക്ഷങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നാം കാണുന്നത് വൃക്ഷങ്ങളെയാണോ അതോ തെങ്ങ് മാവ് കവുങ്ങ് എന്ന് എണ്ണുകയാണോ? അപ്പം ധ്യാനം സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഒരു അവാച്യമായ അവർണ്ണനീയമായ തലങ്ങളിലേക്ക് ഈ ദൃശ്യവും ഈ ശബ്ദവും ഒക്കെ കൊണ്ടുപോകുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് അവർണ്ണനീയം. ഞാൻ പറഞ്ഞത് വാക്കുകളെ കൊണ്ട്, അത് മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റുന്നതല്ല, അതിനപ്പുറത്താണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെയായിരിക്കട്ടെ എന്ന് പറയാം. ഇതാണ് ധ്യാനാവസ്ഥിത മനസ്സ്. ഈ മനസ്സിലെ ഈ ഒരു ധ്യാനാവസ്ഥിത മനസ്സിനെയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ രൂപപ്പെടുത്തുന്നത്. ഇതാണ് നാം കൈവരിക്കേണ്ടതെന്ന് പറയാം. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ ധ്യാന പ്രക്രിയയിൽ നാം ഇഴുകിച്ചേരേണ്ടതുണ്ട്. പറഞ്ഞുവല്ലോ, ഒരു നൃത്തമാണ്. ആരുടെ നൃത്തം? നടരാജന്റെ നൃത്തം. ആരാണ് നടരാജൻ? ഒരു ഭഗവാൻ എന്ന് പറയാം, വിശ്വേശ്വരന്റെ നടനമാണ്. ഓർക്കുക, നടനത്തിൽ നടനവും നർത്തകനും രണ്ടല്ല. ആണോ? അല്ല. നടനത്തിന് നർത്തകനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പറ്റുമോ? നടനത്തിന് നർത്തകനിൽ നിന്ന് അന്യമായ ഒരു നിലനിൽപ്പ് ഇല്ല. എപ്പോൾ നർത്തകൻ നടനം അവസാനിപ്പിക്കുന്നുവോ ആ വേളയിൽ, ആ നിമിഷത്തിൽ നടനവും അവസാനിക്കുന്നു. ഈ വിശ്വം മുഴുവൻ ഈ ഒരു നടനമാണ്. എന്താ പറയാ, ഇല കൊഴിഞ്ഞു വീഴുന്നതും ഒരു പൂ വിടർന്നു നിൽക്കുന്നതും എല്ലാം ഇതൊരു ഗംഭീര പ്രക്രിയ. ഈ ഒരു ഭാവന, ഈ ഒരു നടനം നമ്മൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ആ ഈശ്വരനെ കാണും എന്ന് പറയാം. ആ ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു ശാന്തമായ മനസ്സിലേക്ക്, ആ ഒരു ഭാവത്തില് നമ്മൾ ഈ ഭൂമിയുടെ സംഗീതം പോലും കേൾക്കും. ഈ ഭൂമി കറങ്ങുന്നതിനൊരു സംഗീതമുണ്ട്. ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സംഗീതം നമ്മൾ അറിയുന്നു പറയാം. ഭൂമിയുടെ സംഗീതം, ഈ നക്ഷത്രങ്ങളുടെ സംഗീതം. നമ്മൾ ജനാല തുറന്നിട്ട് എല്ലായിടത്തും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്ഥിരമായിട്ടുള്ള മുറിയുടെ ജനാല തുറന്ന് നാം പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു മാറ്റവുമില്ല, പഴയതുപോലെ തന്നെ ഇപ്പോഴും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കാഴ്ചയിലും നാം ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ ഉപനിഷത്തൊക്കെ പറയും, നാം എല്ലായിടത്തും ആയിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും ആയിരിക്കുക. കാരണം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഭൂമി തന്നെ, അല്ലേ? ഒരു യന്ത്രഊഞ്ഞാലിൽ കയറിയത് പോലെയാണ്. ഈ യന്ത്രഊഞ്ഞാലിൽ കയറി ഒരു ബക്കറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ കുറച്ച് മുമ്പുണ്ടായിരുന്നല്ലോ ആ രാജേന്ദ്ര മൈതാനിയിൽ. അതിനെ ആ ബക്കറ്റിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും, മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ. നിശബ്ദമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ കറക്കത്തെ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ ഋതുക്കൾ മാറി വരുന്നതും എല്ലാം നമ്മെയും കൊണ്ടാണ് ഭൂമി കറങ്ങുന്നത്. ഇപ്പൊ നമുക്കതെല്ലാം അപരിചിതമാണ്. നമ്മുടെ നോട്ടം കേവലം ഒരു കച്ചവട മനസ്സാണ്. നമുക്ക് കച്ചവട മനസ്സുകൊണ്ട്, കച്ചവട കണ്ണുകൊണ്ട് കാണുന്നതിലെല്ലാം വില നിശ്ചയിച്ച് ഇപ്പൊ ഈ താളമൊന്നും കേൾക്കുന്നില്ല എന്ന് പറയാം.
അതുകൊണ്ട് ധ്യാനാവസ്ഥിത മനസ്സ് ഇത്തരത്തിലുള്ള എന്താണോ നാം പഴയത് കണ്ടത് അത് തന്നെ, പക്ഷെ വേറൊരു കാഴ്ചപ്പാടിലൂടെയാണെന്ന് പറയാം. ആരോ എഴുതി തന്നു അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. സ്വാമി എന്താ ചെയ്യപ്പം? നഷ്ടപ്പെടട്ടെ. 2 ദിവസം ഉറങ്ങാതിരിക്കും, 3-ാമത്തെ ദിവസം ശരിയാവും. ഒന്ന് ശാന്തമാകട്ടെ. ഇതൊന്ന് എന്താണോ പഴയതൊക്കെ ഉണ്ടാവും, കൂട്ടത്തിലുണ്ടാവും, വിഷമിക്കണ്ട. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ധ്യാനം നമ്മെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണ്. ആ പരമോന്നത, ആ എന്താ പറയാ, പരമമായ ആ ഏറ്റവും ഉന്നതമാർന്ന ഒരു തലത്തിലേക്ക്, ആ ഭാവത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് നിങ്ങൾ ആരൊക്കെയോ ചോദിച്ചിരുന്നല്ലോ ദേഷ്യത്തെ എങ്ങനെ അതിജീവിക്കാം. ദേഷ്യം കയറി നിൽക്കുന്നതിന്റെ മുകളിൽ നിങ്ങൾ അങ്ങോട്ട് കയറി നിൽക്കും. ഒരു പടി കൂടെ മുകളിൽ നിലകൊള്ളാൻ സാധിക്കും. എപ്പോഴും ദേഷ്യം താഴെയായിരിക്കും. ഇപ്പോഴുള്ളത് എങ്ങനെയാണെന്നറിയോ? അതാണ് ഏറ്റവും മുകളിൽ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിൽപ്പിന് കുറച്ചുകൂടെ ഉയരം കൂടും എന്ന് പറയാം. അതിനൊക്കെയാണ് നാം ഇത് പരിശീലിക്കാൻ പോകുന്നത്. ഈ നടരാജന്റെ നടനം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ പൂർണ്ണമായി ആവാഹിക്കേണ്ടതുണ്ട്, ആവാഹിച്ച് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ മനുഷ്യൻ എന്നത് ഒരു മൺകുടമാണെന്ന് ഉള്ള ഉപമയെ, ആ ഉപമയെ എടുത്തുകൊണ്ട് കബീറിന്റെ ഒരു ദോഹയുണ്ട്. കബീറിന്റെ ഒരു ദോഹയൊക്കെ നന്നായി അറിയുന്ന ഒരമ്മ ഈ യജ്ഞശാലയിലുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ ദോഹയിൽ അദ്ദേഹം പറയുന്നു, നാം ഒരു മൺകുടമാണ് എങ്കിൽ നമ്മുടെ ഉള്ളില് ഹിമാലയം പോലുള്ള പർവ്വതങ്ങളും ആ പർവ്വത ഗർത്തങ്ങളും അനേകം സൗരയൂഥങ്ങളും ഈ മുഴുവൻ അണ്ഡകടാഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്രഹ്മാണ്ഡം ആ മൺകുടത്തിനകത്തുണ്ട് എന്ന് പറയാം. അതിനകത്ത് എല്ലാം ഇരിക്കുന്നു. ഒരു കൈലാസവും മാനസ സരസ്സും എല്ലാം അതിനകത്തുണ്ട്. കാരണം അവനാണ് ഈ വിശ്വത്തെ പ്രകടമാക്കുന്നത്. കേവലം വെറും ഒരു മൺകുടമല്ല എന്ന് പറയാം. അതിലേക്കാണ് നമ്മൾ ആഴങ്ങളിലേക്കാണ് ആഴ്ന്നിറങ്ങാൻ പോകുന്നത്. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിനു വേണ്ട കാര്യങ്ങളെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മിതമായ ഉറക്കം, മിതമായ ഭക്ഷണം, ആഹാര വിഹാര ഇത്യാദി കാര്യങ്ങളിലൊക്കെ മിതത്വം എന്ന് പറയും. തുടർന്ന് 18ാമത്തെ ശ്ലോകം നോക്കാം. യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യഃ യുക്ത ഇത്യുച്യതേ തദാ. യദാ വിനിയതം ചിത്തം ആത്മനി ഏവ അവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യഃ യുക്ത ഇതി ഉച്യതേ തദാ. യഥാ എപ്പോഴാണോ വിനിയതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിതമാർന്ന അടക്കപ്പെട്ട ചിത്തം, മനസ്സ്, ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത. ശിഷ്യൻ ചോദിക്കും ഗുരുവിനോട്, ആരാണ് യോഗി? അല്ലെങ്കിൽ ഗുരു ഉത്തരം പറയുന്നു, പ്രലോഭനങ്ങളെ ജയിച്ചവൻ. അതിനൊരു കഥ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ഒരാള് രാജഭടന്മാര് അദ്ദേഹം ധനം മോഷ്ടിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കൈകളിൽ അനേകം സ്വർണ്ണ നാണയങ്ങളുണ്ട്. ആ മോഷ്ടിച്ച് ഓടുന്ന ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് രാജഭടന്മാര് അദ്ദേഹത്തിന്റെ പിറകെ ഓടും. അങ്ങനെ ഈ കള്ളൻ അനേക സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ഒരാശ്രമത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ആശ്രമത്തിലെ മഠാധിപതിയോട് അദ്ദേഹം പറയും, എനിക്ക് രക്ഷ തരണം, ഞാൻ ഈ ആശ്രമത്തിലൊന്ന് ഒളിക്കട്ടെ എന്ന് പറയും. കാര്യം ഇതാണെന്ന് പറയും. അപ്പൊ ആശ്രമത്തിലെ മഠാധിപതി പറയും, ഒരിക്കലും ഞാൻ ഇതിനെ അനുവദിക്കില്ല എന്ന് പറയും. അദ്ദേഹം പറയും, അങ്ങനെ പറയരുത്,
അന്ന് എന്നെ കൈവിടരുത്, എനിക്ക് പിന്നെ ആശ്രയമായിട്ട് ആരും ഉണ്ടാകില്ല. അദ്ദേഹം ദേഷ്യപ്പെടും. ഒരിക്കലും ഞാൻ ഇത്തരം അധർമ്മത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയും. അദ്ദേഹം പറയും, ഈ കള്ളം പറയും, ഞാൻ ആശ്രമത്തിനായിട്ട് 10 സ്വർണ്ണ നാണയങ്ങൾ തരാം. അദ്ദേഹം പറയും, നീ വെറുതെ ഓരോന്നും പറഞ്ഞിവിടെ നിൽക്കണ്ട എന്ന് പറയും. അങ്ങ് വേഗം ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ പറയും. അപ്പം പറയും, 25 സ്വർണ്ണ നാണയങ്ങൾ തരാം. അദ്ദേഹം വടിയെടുക്കും. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്, കാരണം നീ എന്നെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങുകയാണ്, എന്റെ ലക്ഷ്യത്തിലേക്ക് നീ അടുത്തു തുടങ്ങുകയാണ്. നീ ഇനി 50 നാണയം പറയും, ഞാൻ നിന്നെ ഇവിടെ പൊറപ്പിക്കും. എന്റെ ടാർഗറ്റിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകേണ്ടതുണ്ട് എന്ന കഥയെ ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഒരു 10 സ്വർണ്ണ നാണയം, 25 സ്വർണ്ണ നാണയം, 50 സ്വർണ്ണ നാണയമാണെങ്കിൽ ശരി, ഇന്ന് നിന്നോളൂ, മെയിലിൽ ഇങ്ങോട്ട് വരരുത്, കോംപ്രമൈസ് ചെയ്യുന്നു അറിയാം. അതിന് വഴങ്ങാത്ത ചിത്തം, വിനിയതം ചിത്തം, അടക്കപ്പെട്ട നിയന്ത്രിതമാർന്ന പ്രലോഭനങ്ങളാൽ വഴങ്ങാത്ത മനസ്സ് ആത്മനിയേവ, തന്നിൽ തന്നെ, ആത്മനിയേവ, മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ അവതിഷ്ഠത്തെ, ഉറച്ചു നിൽക്കും. ഒരു പ്രകാരത്തിലും അത് പുറത്തേക്ക് പോകാതെ തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാം. തുടർന്ന് തഥാ, ആ നിൽപ്പിന്റെ ഫലമായി സർവകാമേഭ്യ, എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്നും നിസ്പൃഹ, അതിലെ സ്പൃഹയെ വിട്ടിട്ട്, സ്പൃഹ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹം, അതിലെ ആഗ്രഹങ്ങളെ മുഴുവൻ അതിവർത്തിച്ച് നിസ്പൃഹനായിട്ട് യുക്ത ഇതി, യോഗസിദ്ധി പ്രാപിച്ചവനായി അവൻ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ഉച്യതേ, അവനെ പറയപ്പെടുന്നു. ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണ്? അടക്കപ്പെട്ട മനസ്സ്, ആ മനസ്സ് തന്നിലേക്ക് താൻ തന്നെ ലക്ഷ്യമെന്ന് കരുതി ആ ആത്മനിയേവ അവതിഷ്ഠതേ. അതുകൊണ്ട് ധ്യാനം എന്നത് പുറത്തേക്കല്ല ധ്യാനം. എന്തിനാ ഇങ്ങനെ ഭഗവാൻ പറയേണ്ടി വരുന്നത്? കാരണം ഭഗവാന് തന്നെ അറിയാം, നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാനെ എന്നും പറഞ്ഞിട്ട് പുറത്തേക്കാണ് ധ്യാനിക്കുക. ഈ ഭഗവാൻ തന്നെ നമ്മളെ നിർമ്മിച്ചതേ അങ്ങനെയാണല്ലോ, ഇല്ലേ? എവിടേക്കാണ് നോക്കേണ്ടത് അവിടെ നാം നോക്കുന്നില്ല. അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട്, പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാൻ പശ്യതി ന അന്തരാത്മ. അന്തരാത്മാവിനെ ഒരുവൻ കാണുന്നില്ല എങ്കിൽ അതിന് കാരണം എന്താണ്? ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കിയിട്ടാണ് സൃഷ്ടിച്ചത് വിധാതാവ്. പക്ഷേ ഒരുവൻ ഇന്ദ്രിയങ്ങളുടെ ആധാരത്തെ അന്വേഷിക്കുന്നത്, എവിടെ നിന്നാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തന യോഗ്യമാകുന്നത്? അതിന്റെ ശക്തി കേന്ദ്രം എന്താണ്? അമൃതത്വം ഇച്ഛൻ, ആ അമൃതത്വത്തെ ആഗ്രഹിക്കുന്ന അവൻ ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ ഉൾവലിച്ചു. എന്നിട്ട് പ്രത്യേകാത്മാനം ഐക്ഷത്, അന്തരാത്മാവിനെ കണ്ടു, അറിഞ്ഞു, ബോധിച്ചു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, ആത്മനി ഏവ അവതിഷ്ഠതേ, തന്റെ തന്നെ ആഴങ്ങളില്, ആത്മാവില്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട്. ഇത് പറയുമ്പോൾ നന്നായിട്ട് കാരണം ഈ വിശ്വത്തിന് മുഴുവൻ, ഈ വിശ്വത്തിന് ഉണ്മ നൽകുന്നത് നാമാണ്. ഈ ആത്മനി എന്നുള്ളതിന് വലിയ ആഴമുണ്ട്. എല്ലാറ്റിനും ഉണ്മ നൽകിയിരിക്കുന്നത് ആര്? ഞാനെന്ന ഈ ബോധത്തിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്. നിദ്രയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ലോകം എവിടെ, കാലം എവിടെ, ദേശം എവിടെ, എല്ലാം എവിടെയോ വിലയിക്കുന്നുവല്ലോ. ദേശകാലങ്ങൾക്കപ്പുറത്ത് ഏതോ ഒരു ഉണ്മയില്, ആനന്ദമെന്ന അറിയാതെ നാം അനുഭവിച്ച ഏതോ ഒരു സ്രോതസ്സിലേക്ക്, കാരണശരീരത്തിനകത്തേക്ക് നാം ദിവസവും, നമ്മുടെ അനുഭവമല്ലേ ഇത്, ദേശകാലങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം നിലനിൽക്കുന്നില്ലേ? അതിലേക്ക് ബോധപൂർവം പ്രവേശിക്കേണ്ടുന്ന കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലാണ് ഈ വിശ്വം തന്നെ മുഴുവൻ രൂപപ്പെട്ടിരിക്കുന്നത്. വിശ്വത്തിന് ഉണ്മ അതിലാണ്. അതിനെക്കുറിച്ച് പറയും.
ചോദിക്കുന്നുണ്ട് ഗുരു ശങ്കരാചാര്യ സ്വാമികള് ഗുരുശിഷ്യ സംവാദ രൂപത്തില് ഏകശ്ലോകി എന്ന ശ്ലോകം രചിച്ചിട്ടുണ്ട്. ഏകശ്ലോകി മുതൽ സഹസ്രശ്ലോകി വരെ രചിച്ച മഹാത്മാവാണ് ശങ്കരാചാര്യ സ്വാമികൾ. ഒരു ശ്ലോകത്തിൽ വേദാന്തത്തിന്റെ താത്പര്യത്തെ നിർണയിച്ച് അതുപോലെ 1000 ശ്ലോകങ്ങളെ കൊണ്ട്. ഏകശ്ലോകി ആരംഭിക്കുന്നത് കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമുണ്ട്. കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവി ദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. ഗുരുശിഷ്യ സംവാദമാണ്. ചോദിക്കുന്നു, അല്ല എന്താണ് ഈ വിശ്വത്തെ പ്രകടമാക്കുന്നത് ആര്? അപ്പൊ അവനോട് ചോദിക്കുകയാണ്, തവ ജ്യോതി കിം, നിനക്കെന്താണ് ജ്യോതി, പ്രകാശം? അപ്പൊ അവൻ പറഞ്ഞു, എന്താണ് പ്രകാശം? മേ അഹനിവാൻ, എനിക്ക് സൂര്യനാണ്. നമ്മളോട് ചോദിക്കുകയാണ് ഒരാള്, എന്താണ് നമുക്ക് ഈ വിശ്വത്തെ പ്രകടമാക്കുന്നതിന് സഹായകമായിട്ടുള്ള പ്രകാശ സ്രോതസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഇതായിരിക്കും. എന്താണ് ഉത്തരം? അഹനിമാൻ, സൂര്യൻ. സൂര്യന്റെ പ്രകാശത്താൽ, സൂര്യന്റെ സാന്നിധ്യത്താൽ നാം ഈ വിശ്വത്തെ, ലോകത്തെ കാണുന്നു. ശരി, രാത്രിയിൽ നീ എങ്ങനെ കാണുന്നു? രാത്രിയിൽ ഞാൻ എങ്ങനെ കാണുന്നു എങ്ങനെയാ എന്നാണെങ്കിൽ, ദീപം തുടങ്ങിയിട്ടുള്ളതിന്റെ സഹായത്താൽ, രവിദീപദർശനവിധൗ, മാത്രമല്ല ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അഗ്നി, ഈ ഇലക്ട്രിക് പ്രകാശം, ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ കാര്യങ്ങളെ കാണും. പറയണം, കിം ജ്യോതിരാഖ്യാഹിമേ, എന്നോട് ജ്യോതിസിനെ കുറിച്ച് പറഞ്ഞാലും പറയാണ്, ചക്ഷുസ്തസ്യ നിനീലനാദി സമയേ കിം ധീർദിയോദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതി തദസ്മി പ്രഭോ. തുടർന്ന് ചോദിക്കുകയാണ്, നിനക്ക് പ്രകാശത്തെ കാണുന്നതിന് നിനക്കെന്താണ് വെളിച്ചം? നമുക്ക് നാളെ അത് കാണാം. നിദ്രയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ലോകം എവിടെ, കാലം എവിടെ, ദേശം എവിടെ, എല്ലാം എവിടെയോ വിലയിക്കുന്നുവല്ലോ. ദേശകാലങ്ങൾക്കപ്പുറത്ത് ഏതോ ഒരു ഉണ്മയില്, ആനന്ദമെന്ന അറിയാതെ നാം അനുഭവിച്ച ഏതോ ഒരു സ്രോതസ്സിലേക്ക്, കാരണശരീരത്തിനകത്തേക്ക് നാം ദിവസവും, നമ്മുടെ അനുഭവമല്ലേ ഇത്, ദേശകാലങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം നിലനിൽക്കുന്നില്ലേ? അതിലേക്ക് ബോധപൂർവം പ്രവേശിക്കേണ്ടുന്ന കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലാണ് ഈ വിശ്വം തന്നെ മുഴുവൻ രൂപപ്പെട്ടിരിക്കുന്നത്. വിശ്വത്തിന് ഉണ്മ അതിലാണ്. അതിനെക്കുറിച്ച് പറയും. ചോദിക്കുന്നുണ്ട് ഗുരു ശങ്കരാചാര്യ സ്വാമികള് ഗുരുശിഷ്യ സംവാദ രൂപത്തില് ഏകശ്ലോകി എന്ന ശ്ലോകം രചിച്ചിട്ടുണ്ട്. ഏകശ്ലോകി മുതൽ സഹസ്രശ്ലോകി വരെ രചിച്ച മഹാത്മാവാണ് ശങ്കരാചാര്യ സ്വാമികൾ. ഒരു ശ്ലോകത്തിൽ വേദാന്തത്തിന്റെ താത്പര്യത്തെ നിർണയിച്ച് അതുപോലെ 1000 ശ്ലോകങ്ങളെ കൊണ്ട്. ഏകശ്ലോകി ആരംഭിക്കുന്നത് കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമുണ്ട്. കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവി ദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. ഗുരുശിഷ്യ സംവാദമാണ്. ചോദിക്കുന്നു, അല്ല എന്താണ് ഈ വിശ്വത്തെ പ്രകടമാക്കുന്നത് ആര്? അപ്പൊ അവനോട് ചോദിക്കുകയാണ്, തവ ജ്യോതി കിം, നിനക്കെന്താണ് ജ്യോതി, പ്രകാശം? അപ്പൊ അവൻ പറഞ്ഞു, എന്താണ് പ്രകാശം? മേ അഹനിവാൻ, എനിക്ക് സൂര്യനാണ്. നമ്മളോട് ചോദിക്കുകയാണ് ഒരാള്, എന്താണ് നമുക്ക് ഈ വിശ്വത്തെ പ്രകടമാക്കുന്നതിന് സഹായകമായിട്ടുള്ള പ്രകാശ സ്രോതസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഇതായിരിക്കും. എന്താണ് ഉത്തരം? അഹനിമാൻ, സൂര്യൻ. സൂര്യന്റെ പ്രകാശത്താൽ, സൂര്യന്റെ സാന്നിധ്യത്താൽ നാം ഈ വിശ്വത്തെ, ലോകത്തെ കാണുന്നു. ശരി, രാത്രിയിൽ നീ എങ്ങനെ കാണുന്നു? രാത്രിയിൽ ഞാൻ എങ്ങനെ കാണുന്നു എങ്ങനെയാ എന്നാണെങ്കിൽ, ദീപം തുടങ്ങിയിട്ടുള്ളതിന്റെ സഹായത്താൽ, രവിദീപദർശനവിധൗ, മാത്രമല്ല ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അഗ്നി, ഈ ഇലക്ട്രിക് പ്രകാശം,
ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ കാര്യങ്ങളെ കാണുന്നു. പറയണു കിം ജ്യോതിരാഖ്യാഹിമേ, എന്നോട് ജ്യോതിഷനെ കുറിച്ച് പറഞ്ഞാലും പറയാണ്, ചക്ഷുസ്തസ്യ നിമീലനാദി സമയേ കിം ധീർദിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതി തദസ്മി പ്രഭോ. തുടർന്ന് ചോദിക്കുകയാണ്, നിനക്ക് പ്രകാശത്തെ കാണുന്നതിന് നിനക്കെന്താണ് വെളിച്ചം? നീ ഇതൊക്കെ കാണുന്നുവല്ലോ, നീ ഈ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇപ്പൊ ലൈറ്റിനെ കണ്ടു എന്ന് പറയുന്നു, അതിനെ കാണുന്നതിന് നിനക്ക് എന്താണ് പ്രകാശം? ജ്യോതിഹി കിം, എന്താണ് വെളിച്ചം? വെളിച്ചം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ടോർച്ചിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ദീപത്തെക്കുറിച്ചല്ല. അറിയാൻ സഹായിക്കുന്നത് എന്ത്? ഈ വെളിച്ചം സൂക്ഷ്മമായിട്ട് സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വെളിച്ചം എന്നുള്ള ആ കാഴ്ചപ്പാട് തന്നെ മാറും. ഇപ്പൊ പകല് സൂര്യനാണെന്നും രാത്രി ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതുപോലുള്ള ദീപങ്ങളാണെന്നും പറയുന്ന സമയത്ത് അവനോട് ചോദിക്കുകയാണ്, ഇതിനെ കാണിക്കുന്ന വെളിച്ചമേത് എന്ന് പറയുമ്പം ആ വെളിച്ചത്തിന് ചെറിയൊരു മാറ്റം വരും. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പറയുന്നു, അതിനെനിക്ക് വെളിച്ചമായി നിൽക്കുന്നത് ചക്ഷുഹു എന്ന്. എന്താണ്? കണ്ണാണ് എനിക്ക് വെളിച്ചം. കണ്ണുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. ശരി, തസ്യ നീലനാദി സമയേ, അതടച്ചു കഴിഞ്ഞാൽ നിനക്ക് വെളിച്ചം എന്താണ് ചോദിക്കണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വെളിച്ചം? ദിയോ, ധീ, ബുദ്ധിയാണ് വെളിച്ചം. കരണ്ട് പോയ സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് കരണ്ട് പോയി. കരണ്ട് പോയ സമയത്ത് നമ്മൾ എങ്ങനെയാണ് തീപ്പെട്ടി എടുക്കുക? അല്ലേ? എടുത്ത് ഒരു കുലുക്ക. നമ്മുടെ ഇതിന്റെ ആഗ്രഹമുണ്ടല്ലോ, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതുകൊണ്ട് അറിയുന്നത് എന്തൊക്കെയാ നമ്മൾ ഇല്ലേ? നിങ്ങൾക്കറിയാൻ പറ്റും, നിലത്ത് ഒരു നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഡൈനിങ് ടേബിൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തുടച്ചു വെച്ചിരിക്കുന്നു. ആരൊക്കെയോ വരാനുണ്ട്. ആ സമയത്താണ് എന്തോ അവിടെ ഉറ്റിക്കിടക്കുന്നത്. അത് വെള്ളമാണോ ഇത്? വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ? അതിന് കണ്ണ് കാണണമെന്നൊന്നുമില്ല, വെള്ളം തൊട്ടുക. പിന്നെയോ എണ്ണയാണെങ്കിൽ അറിയാൻ പറ്റും, വെളിച്ചെണ്ണയാണെങ്കിൽ അറിയാൻ പറ്റും, പെട്രോൾ ആണെങ്കിൽ അറിയാൻ പറ്റും, ഡീസൽ ആണെങ്കിൽ അറിയാൻ പറ്റും, ഗ്രീസ് ആണെങ്കിൽ അറിയാൻ പറ്റും, വെണ്ണ അറിയാൻ പറ്റും, നെയ്യ് അറിയാൻ പറ്റും ഇല്ലേ? ദോശയ്ക്ക് മതിയോ ഇഡ്ഡലിക്ക് മതിയോ നോക്കുന്ന ആരാ? കണ്ണുകൊണ്ടാണോ? അല്ല, ആരാ പറയൂ? ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ബിസിലിസിയാണോ, കിസിലിസിയാണോ, കോട്ടനാണോ, ഓർഗാൻഡിയാണോ, ആരാ? അല്ലേ? 10,000-ന്റെയും 50,000-ന്റെയും ഒക്കെ സാരിക്ക് വില നിശ്ചയിക്കുന്നത് ആരാ? ഇവിടെയാണ് അല്ലേ? ഇതൊരു ദർശനമാണ്, ഇതൊരു നേത്രമാണ്. പലതും നമുക്ക് പൗഡർ, പുട്ടിന്റെ പൊടി അറിയാം, വേറെ എന്തിൻ്റെങ്കിലും പൊടി അറിയാം, നേർത്ത പൗഡർ അല്ലേ? നമ്മുടെ മുഖത്തിടുന്ന പൗഡറിന്റെ ആ ഇതും അങ്ങനെ അതിന്റെ ആ തരിപ്പ്, അതുപോലെ ഈ പറഞ്ഞ എത്രയോ വൈവിധ്യമാർന്ന ഭാവങ്ങളെ പ്രകടിപ്പിക്കാൻ പോകുന്നതാണ് നമ്മുടെ ത്വകീന്ദ്രിയം, ത്വക്ക്. അത് പ്രത്യേകിച്ച് ഈ 2 ഭാഗങ്ങളിലാണ്. വേറെ എവിടെയും അത്ര അറിയണമെന്നില്ല. അപ്പം എന്താണ് നിനക്ക് എന്താ പറയാ പ്രകാശമായി വർത്തിക്കുന്നത്? ബുദ്ധിയാണ്. ധീ. നേത്രം അടഞ്ഞു കഴിഞ്ഞാൽ അന്ധന്മാർ, കണ്ണു കാണാത്തവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണ് കാണാത്തവർ ഒരിക്കലും വീഴാറില്ല, കണ്ണ് കാണുന്നവരാ വീഴാറ്. കണ്ടിട്ടുണ്ടോ അന്ധന്മാര്? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അന്ധൻ അവിടെ ഇവിടെയും തപ്പിത്തടഞ്ഞു വീഴുന്നത്. ഇത്രയും വിരോധാഭാസം വേറെ ഇല്ല എന്ന് പറയാം. ഇവർക്ക് ഈ ഇപ്പോഴും സിനിമയിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് പലതും അറിയാതെ പോകുന്നതുണ്ട്. പലതും അത് സിനിമാ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏർപ്പാടൊന്നുമല്ല. അതുകൊണ്ട് ഈ കണ്ണ് പൊട്ടനെ കാണിക്കുമ്പം അവർ കാണിക്കുക വലിയ വടിയെടുത്ത് അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ നമ്മുടെ പ്രിയ നായകൻ വലിയൊരു കൊല്ലിയിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ വല്ലാത്തൊരു, അപ്പോഴേ ഓടി വന്ന് ആരെങ്കിലും പിടിച്ച് അവരെ അങ്ങോട്ട് രക്ഷപ്പെടുത്തുക ഇല്ലേ? അങ്ങനെയൊരു സംഭവം അന്ധന് സംഭവിക്കില്ല.
അന്തന് ഒരു റോഡിന്റെ നടുക്കും ആക്സിഡന്റ് ആവാറില്ല. അങ്ങേയറ്റം നിങ്ങൾ ബോംബെ, ഡൽഹി, കൽക്കട്ട പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കാണാം. അവർ ബസ്സിൽ കയറുന്നു, അവരുടെ കയ്യിലൊരു വടിയുണ്ട്. അവര് നോട്ടുകൾ എണ്ണുന്നതും കൊടുക്കുന്നതും അവർക്ക് തെറ്റാറില്ല. അങ്ങേയറ്റം ജാഗ്രതയുള്ളവരവർ, അങ്ങേയറ്റം. നിങ്ങൾ നിരീക്ഷിച്ചോ, നമ്മളാണ് വഴി തടഞ്ഞ് പട്ടയെന്ന് പറഞ്ഞ് വീണു, 100 പകരം 500 കൊടുത്തു. എത്ര നമുക്കത് സംഭവിക്കാറുണ്ട്. ശരിയാ സ്വാമി പറഞ്ഞപ്പോഴാ ഓർമ്മ, എനിക്ക് എത്ര സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. അവർക്കത് സംഭവിക്കില്ല എന്ന് പറയും. അപ്പൊ കണ്ണടഞ്ഞാൽ നിനക്ക് പ്രകാശമുണ്ട്. ശിഷ്യൻ പറഞ്ഞു, ബുദ്ധി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ബുദ്ധിയിലെല്ലാം പ്രകടമാകും. അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. കണ്ണടച്ച് വീട്ടിൽ നടന്നു പഠിക്കൂ. കൃത്യമായിട്ട് നോക്കി ഇരിക്കാൻ പറ്റും. അല്ലേ? പലപ്പോഴും പലരും ഇങ്ങനെ പോയിട്ട് ഓരോ സ്വിച്ചൊക്കെ ഇടുന്നത് എങ്ങനെയാണ് അല്ലേ? ലൈറ്റ് ഒന്നുമില്ലാതെ അവരെല്ലാ കാര്യവും നടത്തുന്നുണ്ട്. ബാത്റൂമിൽ പോകണു, എല്ലാം ഒരു ഏകദേശം ഇന്നടത്തൊക്കെ ഉണ്ടാവും എന്ന ഒരു ഉറപ്പിലാണ്. ദിയോ ദർശനേ, ബുദ്ധിയാണ് അവിടെ നമുക്ക് വഴികാട്ടിയായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ ഗുരു പറയുന്നു, മോനെ തത്ര അവിടെ, എവിടെ ദിയാ എന്ന് നീ കൊണ്ടുവന്നുവല്ലോ, ബുദ്ധിയിലെത്തിയല്ലോ, തത്ര അവിടെ കിം ജ്യോതിഹി ആക്യാഹിമേ. ഗുരു പറയാ, എന്നോട് പറഞ്ഞാലും അവിടെ എന്താണ് നിനക്ക്? ശിഷ്യന് പിന്നെ അങ്ങോട്ട് എന്താ പറയാ, അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാ. അഹമസ്മി പ്രഭോ, ഞാൻ തന്നെ. അഹമസ്മി, ഞാൻ തന്നെ. ആരാ ബുദ്ധിയെയും അറിഞ്ഞത്? അഹം. ആ അഹത്തെയാണ് എന്താണ് ലക്ഷ്മീധര കവി പറയുന്നത്, അഹമസ്മി സദാഭാമി കഥാചിന്നാഹമപ്രിയ ബ്രഹ്മൈവാഹമതസിദ്ധം സച്ചിദാനന്ദലക്ഷണം. ആ അഹം എന്നത് സദാഭാമി, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കുട്ടി നിനക്ക് ജ്യോതിഹി, തവ ജ്യോതിഹി, നിന്റെ എല്ലാറ്റിൻ്റെയും പരമമായ ജ്യോതിസ്. ആ ജ്യോതിസാണ് പരമകം ജ്യോതിഹി. ഇതിനപ്പുറത്തേക്ക് വേറെ ജ്യോതിയില്ല. ഇതാണ് ഇറങ്ങിപ്പോക്ക് എന്ന് പറയാം. എങ്ങോട്ടേക്ക് നാം ഇറങ്ങി വരേണ്ടത് നോക്ക്. ഇത് ശരിയാണോ ഏകശ്ലോകി എന്ന് നോക്കൂ. ബുദ്ധിയിൽ നിന്ന് അഹത്തിലേക്ക് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ഞാൻ ആത്മനിയേവ അവതിഷ്ഠതേ തഥാ, അപ്പോൾ സർവകാമേഭ്യ, ആ ജ്യോതിസിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാമനകളിൽ നിന്നും നിസ്പൃഹ, ആഗ്രഹം വിട്ടവനായിട്ട്. കാരണം ഞാൻ എല്ലായിടത്തും ഇരിക്കുന്നു, ഞാൻ എല്ലായിടത്തും ഉള്ളവനാണ്, എല്ലാറ്റിലും ഞാനുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും വേണം എന്ന് തോന്നില്ല. എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നത് ആർക്കാണ്? അപൂർണനായിട്ടുള്ളവനാണ്. ഇപ്പോൾ ഞാൻ അപൂർണനാണ്, അത് വന്നു കഴിഞ്ഞാലേ ഞാൻ പൂർണ്ണനാവുള്ളൂ. എന്തോ ഒരു കുറവ്. ഇന്നലെ പറഞ്ഞ പശുവിൻ്റെത് ഓർത്തുകൊള്ളണം. പശു ആലോചിച്ചില്ലേ, എന്തോ നമുക്കൊരു കുറവുണ്ട് എന്ന്. പശു അങ്ങനെ ചിന്തിക്കില്ല. നമ്മളാണല്ലോ ഈ കുറവ് നികത്താൻ പലതും എന്താ പറയുക അതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതുതന്നെ. അതുകൊണ്ട് എനിക്കെന്തില്ല, ഇത്തരം വ്യതകളൊന്നും എന്നിൽ കാമനകളില്ല. സർവകാമേഭ്യ നിസ്പൃഹ. തുടർന്ന് യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥഃ ന ഇംഗതേ സോപമാ സ്മൃതാ യോഗിനഃ യതചിത്തസ്യ യുഞ്ജതഃ യോഗം ആത്മനഃ. നിലകൊള്ളേണ്ടത് എങ്ങനെ എന്ന് പറയുന്നു. ധ്യാനത്തിൽ നാം എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് പറയുന്നു. യഥാ, ഏത് പ്രകാരത്തിൽ
നിവാദസ്ഥ. നിവാദം എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്ത നിവാദം. നിർഗതം വാദം, വാദമില്ലാത്ത കാറ്റില്ലാത്ത ദീപ, ദീപം വിളക്ക്. കാറ്റില്ലാത്തടത്ത് വിളക്ക് കത്തിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? അതൊരു വടി പോലെ ഇരിക്കും. അതാണ് വിളക്കിനൊരു കുഴല് വെക്കുന്നത്. എന്തിനാ? കാറ്റ് വന്നതിനെ ശല്യം ചെയ്യാതിരിക്കാൻ. അതൊരു വടി പോലെ, ഒരു തീ നാളം, ഇളക്കമില്ലാത്ത. ന ഇംഗതേ, അതിലെന്തില്ല? ചലനമില്ല എന്ന് പറയാം. ചലനമില്ലാത്ത ഒരു തീനാളം. തഥാ, ആ പ്രകാരം യോഗം യുഞ്ജത, യോഗം യുഞ്ജത, യോഗം ചേർച്ച നേടിയിട്ടുള്ള ഒരുവന് യഥ ചിത്തസ്യ, എന്താണ് ഈ ഇളക്കമില്ലായ്മയ്ക്ക് ഈ യോഗിക്ക് നിദാനമായി വർത്തിച്ചത് എന്ന് ചോദിച്ചാൽ, യഥ ചിത്തസ്യ, അവന്റെ ചിത്തം, മനസ്സ് നിയന്ത്രിതമാണ്, നിയമനം ചെയ്തതാണ് എന്നുള്ളതിനാൽ. നിയമനമില്ലാത്ത മനസ്സ് ആടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞുവല്ലോ, ഇനി നീ എന്നെ പ്രലോഭിപ്പിക്കരുത്. 25 സ്വർണ്ണ നാണയം, 15 നാണയം, ഞാൻ ഇളകാൻ തുടങ്ങി, അതുകൊണ്ട് എന്നെ ഇളക്കരുത്. ഇവിടെ പറയുന്നു എന്നാ ഇംഗത്തെ, ഇളകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യുഞ്ജത യഥ ചിത്തസ്യ, യോജിച്ചവനായിട്ടുള്ള നിയന്ത്രിത മനസ്കനായ യോഗിനഃ, യോഗിയുടെ ആത്മനഃ, ആത്മാവിന് സാ ഉപമാ സ്മൃത. ഇതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഉപമ. അർജുനന് ഭഗവാൻ ഒരു ഉപമ, യോഗിയുടെ ചിത്രം കൊടുക്കും. എന്താ യോഗിയുടെ ചിത്രം? ഇളകാത്ത ദീപം. ഇളകുന്ന ദീപമുണ്ട്, അതല്ല എന്ന് പറയും. അതാണ് നമ്മളൊക്കെ ഇളകുന്നത്. അത് ഇളകാതെ നിലകൊള്ളണം. എപ്പോഴാണ് അത് ഇളകാതെ നിലകൊള്ളുന്നത്? എല്ലാ കാമനകളും അതിൽ ദഹിച്ച് അതങ്ങനെ നിൽക്കും. ഒരു ഇളകാത്ത ദീപം പോലെയാണ്. ഇളകാത്ത ദീപം പോലെയാകാനുള്ള പ്രയത്നമാണ് ധ്യാനം. അങ്ങനെ സങ്കല്പിച്ചോളൂ, ഉള്ളിൽ ആ ഒരു ദീപം പ്രകാശിക്കുന്നുണ്ട്. സങ്കല്പിച്ചൊരു കുഴപ്പമൊന്നും വരണ്ട. ഇനി ഉള്ളിൽ ചിലരങ്ങനെയുണ്ട്, ഉള്ളിലൊരു ചിരാത് സങ്കല്പിച്ചു, പിന്നെ അതിനെ എന്താ പുറത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. പല സങ്കല്പങ്ങളും ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ചില രോഗങ്ങൾ തന്നെ ഉണ്ട്. ഞാൻ ഇന്നതാണെന്ന്, ചില ജീവിയാണെന്നൊക്കെ അങ്ങോട്ട് കരുതുന്ന, അല്ലെ, എലിയാണെന്ന് തോന്നുക, കോഴിയാണെന്ന് തോന്നുക, പശുവാണെന്ന് തോന്നുക, അല്ലെങ്കിൽ കുറുക്കനാണെന്ന് തോന്നുക. പിന്നെ അതിനെ മാറ്റാൻ വേണ്ടി ചില ഉപായങ്ങളൊക്കെ. അങ്ങനെ മാറ്റിക്കൊടുത്തിട്ടും വീണ്ടും പറയാണ് ഇപ്പോഴും ഞാൻ എന്താ പറയാ കോഴിയാണ്. എന്തുകൊണ്ട്? ഞാൻ കോഴിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അതറിയില്ലല്ലോ എന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഒരു എന്താ പറയാ വിഷമം പിടിച്ച ഒരു അവസ്ഥ. രണ്ടുപേര് ജുറാസിക് പാർക്ക് കാണാൻ പോയില്ല, സിനിമ. ജുറാസിക് പാർക്കിൽ ആ ഡിനോസർ ചാടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഓടി. അപ്പൊ അയാളെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു അത് സിനിമയാണ്. അത് എനിക്കറിയാം, പക്ഷെ ഇതിനറിയില്ലല്ലോ ഡിനോസർ. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ്. നമുക്കൊരു ശ്രദ്ധ വേണം അതിന്. ആ മൃഗങ്ങൾക്ക് എന്തറിയാം? അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഇളകാത്തതാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇളകില്ല എന്ന് പറയും. എന്നാ ഇംഗതേ, ഇതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഉപമ എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. യത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ച ഏവ ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. വളരെ വളരെ ധ്യാനത്തിന് സഹായകങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. യത്ര, യത്ര എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ എന്ന് പറഞ്ഞാൽ ഏതൊരവസ്ഥയിൽ. ധ്യാനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഏതൊരവസ്ഥയിലാണോ യോഗസേവയാ, യോഗസേവയാ എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസം കൊണ്ട്, യോഗം എന്ന് പറഞ്ഞാൽ ചേരുന്ന ഈ ധ്യാന പ്രക്രിയയിലൂടെ പറയുന്നു നിരുദ്ധം ചിത്തം. നിരുദ്ധം ചിത്തം, നിരോധിച്ചിട്ടുള്ള
ചിത്തത്തെ, നിരുദ്ധമായ മനസ്സ്. ഉപരമതേ, ഉപരമിക്കുന്നത്, അത് പ്രശാന്തമാകുന്നത്. മനസ്സിന്റെ എല്ലാ വ്യാകുലതകളും നീങ്ങി അത് വർത്തമാനത്തിലേക്ക് വരുന്നത്. അങ്ങേയറ്റത്തെ ജാഗ്രതയാണ് കേട്ടോ, അങ്ങേയറ്റത്തെ ജാഗ്രത. അതാണ് ഇതിന് ഏറ്റവും നല്ല വാക്ക്. ഉണർന്നിരിക്കല്. ഒരു പൊടി, എന്താ, ഒരു ചെറിയ പടലം വീണാൽ അറിയുന്ന ഒരു മാറാലയുണ്ടല്ലോ, മാറാല എന്ന് പറയുന്ന സാധനം ഇല്ലേ, ആ മാറാലയിൽ ഒരു നൂലിലൂടെ ഇങ്ങനെ വന്ന് ഒരു 8 കാലി നമ്മുടെ മൊസൈക്കിൽ വീഴുമ്പം ആ വീഴുന്ന ശബ്ദം നമ്മൾ അറിയും. അത്രയും ജാഗ്രത. നടക്കുവോ സ്വാമി? നടക്കും. എന്നാ ഒന്നുമില്ല പറയാൻ. കാരണം ഇപ്പൊ അടുത്തിരിക്കുന്നവരെന്നെ പറഞ്ഞത് കേൾക്കുന്നില്ല. സ്വാമി, എന്റെ കാതൊക്കെ പോയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ കാത് കൊണ്ടല്ല അത് കേൾക്കുന്നത്. കേൾവിക്കുറവുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ കാത് കൊണ്ടല്ല അത് കേൾക്കുന്നത്. ഭൂമിയുടെ സംഗീതം കേൾക്കുന്നത് നിങ്ങൾ ഈ കാത് കൊണ്ടല്ല. ഇതുകൊണ്ട് അതിന് സാധ്യമല്ല. ന ശൃണോതി, അതിനെ കേൾക്കില്ല. ഭൂമിയുടെ സംഗീതം കേൾക്കുന്നത് നിങ്ങൾ ഈ കാത് കൊണ്ടല്ല. ഇതുകൊണ്ട് അതിന് സാധ്യമല്ല. ന ശൃണോതി, അതിനെ കേൾക്കില്ല. അതുകൊണ്ട് ജാഗ്രതയിലെല്ലാം നമ്മൾ കാണും, കേൾക്കും. അതിന്റെ നേത്രങ്ങളൊക്കെ വേറെയാണ്. അതിന്റെ നേത്രം, അതിന്റെ ചക്ഷുസ്. കേനോപനിഷത്തില് ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഗുരുവിനോട്, കേനേഷിതം പദവി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കവു ദേവോ യുനക്തി. ഗുരു കൊടുക്കുന്ന ഉത്തരം, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷച്ചക്ഷുരതിമുച്യ ധീരാഃ പ്രത്യസ്മാ ലോകാദമൃതാ ഭവന്തി എന്നാണ്. കണ്ണിന്റെ കണ്ണ്, മൂക്കിന്റെ മൂക്ക്, കാതിന്റെ കാത്, പ്രാണന്റെ പ്രാണൻ, ഇതിന്റെയൊക്കെ കാതലായി നിലകൊള്ളുന്ന അതാണത്. അത് ഇതിന്റെ അകത്തല്ല. അപ്പൊ അത് ഡയപ്പത്തിനകത്താണെന്ന് വെച്ചാൽ അല്ല, അതെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലതും കാണുന്നത്. ഈ കണ്ണുകൊണ്ട് കാണാതെ ഈ സ്വപ്നം കാണുന്നത് ആരാ? സ്വപ്നം നമ്മൾ ഏത് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കും സ്വപ്നത്തിൽ ചിലപ്പം വളരെ വിസ്തരിച്ച് അവർ വായിക്കും. അത് കണ്ണാടി കൊണ്ടാണോ? കണ്ണാടിയൊക്കെ ഊരി വെച്ചിട്ടല്ലേ നിങ്ങൾ കിടന്നുറങ്ങാൻ പോയത്? സ്വപ്നത്തിൽ കണ്ണാടി ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ? ഉണ്ടോ? സ്വപ്നത്തിൽ കണ്ടുവല്ലോ, കേട്ടുവല്ലോ. അപ്പൊ നമുക്ക് വേറെ സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വേറെയുണ്ട്. സ്വപ്ന ദർശനത്തിനായിട്ട്, സ്വപ്നത്തിലെ കേൾവിക്കായിട്ട്, സ്വപ്നത്തിലെ കഴിക്കുന്നതിനായിട്ട് മിക്കവാറും സ്വപ്നം കഴിച്ചെഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കഴിക്കാൻ പോകുമ്പോഴായിരിക്കും ഉണരുക. പലപ്പോഴും സങ്കടമാവും. കാരണം ബില്ല് കൊടുക്കാതെ കഴിക്കാമായിരുന്നേ. ഈ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും ഒരു രണ്ടിലും ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വയ്ക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള നിൽപ്പുണ്ട് നമുക്ക്. നമ്മളെ നന്നായി നിരീക്ഷിച്ചാൽ നമുക്ക് പിടികിട്ടും. ഇപ്പൊ ഇങ്ങനെ കിടന്നുറങ്ങുക, ഉറങ്ങുന്ന നമ്മൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? നമ്മളെ അടുത്ത് വളരെ വിശേഷപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് വളരെ എപ്പോഴോ കണ്ട് നമ്മൾ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാള് നമ്മുടെ സമീപത്ത് വന്നിട്ട് ഇങ്ങനെ വെഞ്ചാമരം ഇങ്ങനെ വീശി തരുന്നു. നമ്മളിങ്ങനെ കിടക്കുക, ഒരു പാട്ടും ചക്രവർത്തി അല്ലെ, ഒരു സ്വാമി പറയുന്നത് ഇതാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. പക്ഷെ നമ്മൾ അതിലിങ്ങനെ ആ ഒരു പാട്ടും കേട്ട് നമ്മൾ വളരെ രാജകീയമായിട്ടുള്ള ആ ഒരു ഷൂ ഒക്കെ അങ്ങനെ വെച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. വളരെ വളരെ നേർമയിലും എല്ലാം നമ്മൾ ഇങ്ങോട്ട് ജാഗ്രതയിലേക്ക് വന്നു. ജാഗ്രതയിലേക്ക് വന്ന സമയത്ത് ഈ പാട്ട് ശരിക്കിങ്ങനെ തുടരുന്നു ടിവിയിൽ നിന്ന്. നമ്മുടെ വീട്ടിലത്തെ ടി വി അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്. നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ ജാഥ പോവുകയായിരിക്കും.
ആ ജാഥയിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ആ ജാഥയെ നമ്മൾ കാണുന്നതായിട്ട് നല്ല ജാഗ്രതയിലേക്ക് ഇങ്ങോട്ട് വരുമ്പം അതിന്റെ തുടർച്ചയായ ജാഥ. ഇത് രണ്ടിലും ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു കളിയാണ്. ഇങ്ങനെയുള്ള പല അവസ്ഥകളുണ്ട് നമുക്ക്. ഇതൊക്കെ നമ്മളെ നിരീക്ഷണം ചെയ്യേണ്ടുന്നതാണ്. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഞങ്ങൾക്ക് സ്വപ്നമൊന്നുമില്ല സ്വാമി, ഞങ്ങൾക്ക് ജാഗ്രതയില്ല, ഞങ്ങളിപ്പോൾ തന്നെ ശിവോഹം ശിവോഹം. ശ്രദ്ധിക്കൂ, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മുടെ സ്വാധീനത്തിലൊന്നുമല്ല ഇതൊന്നും. ഞാൻ എന്റെ ജീവിതത്തിൽ, എന്റെ സ്വപ്നത്തിൽ ഇതുവരെ മറ്റൊരാൾ പ്രവേശിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്. സ്വപ്നത്തിൽ ആര് വേണമെങ്കിലും പ്രവേശിക്കും. ആരും നിങ്ങളോട് ചോദിച്ചിട്ടല്ല, ബെല്ലടിച്ചിട്ടല്ല കയറുന്നത്. കയറ് തന്നെയാണ്. ജാഗ്രത അവസ്ഥായാം യദൃഷ്ടം യശ്രുതം തജ്ജനിതവാസനയാ നിദ്രാസമയെ. ജാഗ്രത അവസ്ഥയിൽ കണ്ടതും കേട്ടതിനും ഒക്കെ ഒരു സംസ്കാരമുണ്ട്. അത് നിദ്രാസമയത്തിൽ പ്രകടമാകും, സംശയം വേണ്ട. അപ്പൊ സ്വപ്നങ്ങളെ എനിക്കെങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ജാഗ്രത അവസ്ഥയിൽ പഠനം നടത്തേണ്ടതുണ്ട്. സ്വപ്നങ്ങളെ പോലും ഉണ്ടാക്കുന്നത് ഞാനാണെന്ന് അറിയും. ചിലർ റിലേ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്, ഈ സീരിയല് പോലെ. കഴിഞ്ഞ പിന്നെ അതിന്റെ അടുത്ത എപ്പിസോഡ്, അതൊക്കെ ഉണ്ട്. ചിലര് ഇതിൽ മാറ്റമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരേ സ്വപ്നം, കണ്ണടച്ച ഉടനെ വരും ജഗത്താൻ. എന്നിട്ട് ഇവരെ ഇങ്ങനെ കഴുത്ത് പിടിക്കുക. ഇത് തന്നെ സ്വപ്നം. പിന്നെ എങ്ങനെയോ അവരങ്ങോട്ട് ഉറങ്ങിപ്പോകും. ഒറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ. ആരൊക്കെയോ കുറച്ച് പേരും കഴുത്ത് പിടിക്കും, കാലിട്ടിളകുമ്പോൾ കാലും പിടിക്കും. ഈ ഒരൊറ്റ സ്വപ്നം. അപ്പം എവിടെയാണോ യോഗസേവയാ നിരുദ്ധം ചിത്തം ഉപരമതേ, ഈ യോഗാഭ്യാസം കൊണ്ട് നിരുദ്ധമായ മനസ്സ് ഉപരമിക്കുന്നത്, മനസ്സിന്റെ ആ നിയമനം, അതിനെ എല്ലാ വഴിയിലും പോയിട്ട് അതിനെ അടക്കേണ്ടതുണ്ട്. അവൻ ഭയങ്കരനാണ്. അങ്ങ് ഒരു ചെറിയ പൊടി ചിന്ത മതി, ഒരു പൊടിയൻ കൊണ്ടുപോകും നമ്മളെ. അത് ഏതുപോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊട്ടക്കിണർ കണ്ടിട്ടില്ലേ, ഉപയോഗിക്കാത്ത കിണർ. ആ കിണറിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കുമിള വന്നിട്ട് ഇങ്ങനെ പക്ക് എന്ന് പറഞ്ഞു പൊട്ടുന്നത്. പിന്നെ ഒരു കുമിള വരാൻ കുറേ സമയമെടുക്കും. ഇനിയും കുറേ നോക്കിക്കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കാണാം ഒരെണ്ണം. ചിലത് കാണാം വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പൊട്ടക്കുളത്തിലും പൊട്ടക്കിണറിലും ഒക്കെ. ഇതുപോലെ ഇങ്ങനെ വരികയാണ് ഓരോന്ന്. എങ്ങനെയാ വരുന്നത്, എപ്പോഴാ വരുന്നത്, എന്തിനാ വരുന്നത് എന്നൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചിന്മയൻ സ്വാമികൾ പറയും, അങ്ങനെ ഉത്തരകാശിയിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോഴാണ് സുവോളജിക്ക് പഠിച്ച ആ ജാനകി ഇപ്പൊ എവിടെയാണ്, അവളിപ്പോ എന്താ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും പെട്ടെന്ന്. എന്നാൽ എത്രയോ വർഷങ്ങളുടെ പിറകിലേക്ക് വന്നിട്ട് ഒരന്വേഷണം, അവളിപ്പോ എവിടെയാണ്. അപ്പൊ നമ്മളത് അനുഭവപ്പെടുവോ, എന്താ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നാൻ അറിയില്ല. എവിടെന്നോ വന്നിരിക്കുക, ഇതൊക്കെ ഉറഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. വന്നു പൊട്ടി കഴിഞ്ഞു, സമാധാനമായി. പക്ഷെ അതിന്റെ പിറകെ പോകരുത്. ഉടനെ നാട്ടിൽ ബന്ധപ്പെട്ടു, നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ അവളിപ്പം വീട്ടിയാണ്, അതാണ് ഇപ്പം. മനസ്സിലാവുന്നുണ്ടോ? അല്ല ഇന്നലെ എന്താണെന്നറിയില്ല, അറിയാതെ ഇങ്ങോട്ട് ഓർമ്മ വന്നു. നീ എങ്ങനെയെങ്കിലും അഡ്രസ് ഒന്ന് കളക്ട് ചെയ്തായിരുന്നു. പിന്നെ കൂടെ പഠിച്ചാന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ മനസ്സിനെ പറയുന്നു നിരുദ്ധം ചിത്തം ഉപരമതേ, ഇതിന്റെ രമിപ്പിക്കൽ, ഇതിന്റെ സാമ്യപ്പെടുത്തൽ. അനന്തരം എത്ര ആത്മാനം പശ്യന്, എവിടെയാണോ ഏതൊരവസ്ഥയിലാണ് ആത്മാനം പശ്യന്, ആത്മാവ് കൊണ്ട് ആത്മാനം പശ്യൻ, ആത്മാവിനെ കാണുന്നവൻ. ശരിക്കും മനസ്സുകൊണ്ട് മനസ്സിൽ അങ്ങനെ നീന്തി തുടിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു. ഇപ്പൊ കണ്ടോ സ്വാമിയുടെ ഇത് കേൾക്കുന്നതൊപ്പം ആ ഒരു ഫ്ലൂട്ട് അല്ലേ, നിങ്ങൾ പോയി, ഇത് മനസ്സാണത്.
സ്വാമി ഞങ്ങൾ അറിയാൻ പോലും ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം അതിനെ നമ്മൾ അറിയണം. അവിടേക്ക് പോയത് മനസ്സാണ്, പിന്നീട് ഇങ്ങോട്ട് വന്നതും മനസ്സ് തന്നെയാണ്. ഇപ്പൊ ഇനി എന്ത് ചെയ്യുമെന്നറിയോ? രണ്ടും കൂടെ നടന്നോളൂ. അതെ, ഇങ്ങനെ രണ്ടും കൂടെ പോകും. ഇതിന്റെ കൂട്ടത്തിൽ വേറെ എന്നുണ്ടെങ്കിൽ അതും പോകും. അവൻ പെട്ടെന്നാണ് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ചിന്തകളും പലതും. എപ്പോഴാ സ്വാമി ധ്യാനം തുടങ്ങുന്നത്? എങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പല 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 ഇതിനെയൊക്കെ എന്താ പറയാ ശമിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയാം. ആത്മാനം പശ്യന്ന്, തന്നെ തന്നെ താൻ അറിയുന്നത്, ആ ആത്മനീയേവ തുഷ്യതി, തന്നിൽ തന്നെ സന്തോഷിക്കുന്നത്. ഒരു ടെലിഫോൺ കോൾ അല്ലെങ്കിൽ എന്താ പറയാ ആരെങ്കിലും നമുക്കിന്ന് ആരും ഫോൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്തു നോക്കുക, എന്താ വർക്ക് ചെയ്യുന്നില്ലേ? വർക്കിംഗ് നോക്കിയാണോ? എന്നാ അതും അടിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും ഒഴിഞ്ഞ സമയമില്ലായിരുന്നു എന്നാ. എന്താ അതിൽ പറയാനുള്ളത്? എന്താ പറയാൻ? നല്ല രസമാണ്. ഒരു ടെലിഫോൺ സംഭാഷണം നമുക്ക് ഈ അടുത്ത് ഒരാൾ പറഞ്ഞു തരുമായിരുന്നു. രണ്ടമ്മമാര് തമ്മിലുള്ള സംഭാഷണം വളരെ രസമാണ്. എന്താണ് പറയുന്നതെന്നറിയോ? അവര് പറയാണ്, പിന്നെ അവളോട് പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, നീ അവളോട് പറഞ്ഞെന്ന് അവൾ എന്നെ അറിയിച്ച കാര്യം നിന്നോട് പറയരുതെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ മറ്റവള് പറയണേ, മറ്റവൾ എന്താ പറയുന്നതെന്നറിയോ? അതാണ് കേൾക്കേണ്ടത്. അവള് പറയാണ്, നിന്നോട് അവളത് പറയരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ എന്ന്. അപ്പൊ മറ്റവർക്ക് ഇനിയും പറയാനുണ്ടെന്ന് പറയും. അപ്പൊ അവരെന്താ പറയണെന്നറിയോ? ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കണ്ട. അപ്പൊ അവര് പറയുന്നു, അവളത് എന്നോട് പറഞ്ഞെന്ന് നീ അവളോട് ചെന്ന് ദയവ് ചെയ്ത് പറയരുത് എന്ന്. ഇത്രയും കൂടി ആയപ്പോ ഇത്രയും ഉണ്ടാവുള്ളൂ ഏത് സംഭാഷണത്തിലും. ഇതാണ് അത്. നീ അവള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് അങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ ശാന്തി നഷ്ടപ്പെടുന്നതാണ്. ഈ ശാന്തി തന്നിൽ തന്നെ താൻ ഉണ്ടാക്കേണ്ടതുണ്ട്. ആത്മാനം പശ്യൻ ആത്മനി ഏവ തുഷ്യതി. താൻ തന്നെ കണ്ട് തന്നിൽ സന്തോഷവാനായിട്ട് ഇരിക്കുക, നിലകൊള്ളുക. ഇപ്പൊ നമ്മുടെ മനസ്സ് ബാഹ്യമായ പല വിഷയങ്ങളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് ബോധപൂർവമാണോ? അല്ല, അബോധപൂർവം. നമ്മൾ കണ്ടു, നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ പ്രഭാഷണം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സംഗീത വിരുന്ന് ഒരുക്കിയ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതേ സമയത്ത് പെട്ടെന്നത് ഇങ്ങോട്ട് തന്നെ വീണ്ടും വരും. മനസ്സ് വല്ലാത്തൊന്നാണ്. മനസ്സ് ശരീരത്തെ അങ്ങേയറ്റം പീഡിപ്പിക്കും. ഇപ്പൊ സ്വാമി നിങ്ങളോട് പറയണം, നോക്കൂ, നിങ്ങൾ ദയവ് ചെയ്ത് പിറകിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. അവിടെ ആരോ എന്തോ കാണിക്കുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കഴുത്ത് വേദനയാവും. നോക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വേഗം ഇങ്ങോട്ടിരിക്കും, എത്രയും വേഗം. കാരണം നമ്മുടെ കഴുത്ത് വേദനിക്കാൻ തുടങ്ങും. അങ്ങനെയാണ്. ആ മനസ്സിനെ നമ്മളൊന്ന് നന്നായി അറിയേണ്ടതുണ്ട്. നിങ്ങളെ ഒരാൾ ഇവിടെ യജ്ഞശാലയിൽ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ യജ്ഞത്തിന് വന്ന് ഇരിക്കുന്നതും അതുപോലെ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതും ഒരാഴ്ച അത് തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയാളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഈ 1000ന്റെ ഇടയിൽ ഇങ്ങനെ തരുക, ഇവിടെ പോയാൽ ഇപ്പൊ കാണുന്നില്ലല്ലോ. അതെ, ഇതാണ് മനസ്സ്. ഈ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അതെവിടെയാണ്? ആത്മനീയേവ അവതിഷ്ഠത. പുറത്ത് ഈ അലയിലെല്ലാം നിർത്തിയിട്ട് അതിനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ രണ്ടു കൂട്ടരും പറ്റിക്കാറുള്ളൊരു പണിയാണല്ലോ. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു അഭിനയം നടത്തണം. അതേസമയത്ത് അവരും എന്താണ്, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കും. ഇത് രണ്ടു കൂട്ടരും എന്തു ചെയ്യുന്നുണ്ട്? പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ട്.
ഇത് രണ്ടു കൂട്ടർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആരാണിത് ചെയ്യുന്നത്? മനസ്സ്. ഈ മനസ്സുകൊണ്ടാണ് ഈ സംഗതി നടക്കുന്നത്. ആ മനസ്സ് ആത്മനിയേവ അവതിഷ്ഠത. ഇതുവരെ മൂപ്പര് ആ വഴിക്ക് പോയിട്ടില്ല. എപ്പോഴാണോ അതിൽ ഉറച്ചു നിൽക്കുന്നത് തഥാ ആ സമയത്ത് സർവകാമേഭ്യ എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും നിസ്പൃഹ ആഗ്രഹത്തെ വിട്ടവനായിട്ട് യുക്ത ഇതി ഉച്യത്തെ യോഗസിദ്ധി പ്രാപിച്ചവനെന്ന് കണക്കാക്കുന്നു. അപ്പൊ പിന്നെ അത് ഇന്നലെയുള്ള കണക്കെടുപ്പോ ഇത്യാദി കാര്യങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല എന്ന് പറയും. ഭാര്യ ഭർത്താവിനോട് പറയുക. എന്താ പറയുന്നത്? എന്തോ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, നോക്കൂ, നീ ഇപ്പോഴും അതൊന്നും മറക്കുകയും ക്ഷമിക്കുകയൊന്നും ചെയ്തിട്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ അതൊക്കെ ക്ഷമിച്ചു, പൊറുത്തു, മറന്നു എന്നൊക്കെ. നീ ഇപ്പോഴും അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. കഷ്ടം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പിന്നെ ഞാനത് മറന്നു, പൊറുത്തു ഒക്കെ ശരിയാ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാനത്, എന്ന് നിങ്ങൾ മറന്നു വേണ്ടാണ്. എന്ത്? ഞാനത് മറന്നു, പൊറുത്തു എന്നുള്ള കാര്യം. ഇതാരാ ഇത് ചെയ്യുന്നത്? ആ മനസ്സ് എന്ന് പറയാം. അതൊന്നും ശേഖരിക്കുന്നില്ല. അവിടെയാണ് എന്ത് പറയുന്നത്? യുക്തൻ എന്ന് പറയുന്നത്. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, എന്താണ്? അതിന്റെ നിൽപ്പിനെ കുറിച്ച് നമുക്കൊരു ഉപമ പറഞ്ഞു. എങ്ങനെയാ അത് നിലകൊള്ളുന്നത്? യഥാ നിവാദസ്ഥ ദീപ ന ഇംഗതേ യോഗം യുഞ്ജത യഥ ചിത്തസ്യ യോഗിന ആത്മനാസ ഉപമാ സ്മൃത. യോഗിയുടെ ആത്മാവിന് ഒരു ഉപമ നിർദ്ദേശിക്കുകയാണെങ്കിൽ കാറ്റത്തിളകാത്ത ദീപം പോലെ അതങ്ങനെ നിലകൊള്ളുന്നു. തുടർന്നുള്ള ശ്ലോകങ്ങൾ, അതായത് 20 മുതൽ 23 വരെ നമുക്ക് ഒരുമിച്ച് നോക്കാം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സനിശ്ചയേന യോക്തവ്യഃ യോഗോ നിർവിണ്ണ ചേതസാ. യത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ച ഏവ ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. ഇന്നലെ സാമാന്യം ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് പറയാം. യത്ര ഏതൊരു അവസ്ഥയിലാണോ, ധ്യാനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ധ്യാനം എന്ന് പറയുമ്പം വെറും കണ്ണടച്ച് ഇരുന്നിട്ടുള്ള ഏർപ്പാട് എന്നല്ല, ഒരു അഭ്യാസം എന്ന നിലയ്ക്കാണ് നാം ഇത് ചെയ്യുന്നത്. ഇത് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊള്ളണം. കണ്ണടച്ച് ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഇരുന്ന് നേടേണ്ടത്, കാരണം ഒരു അറിഞ്ഞ് അതിനൊരു അഭ്യാസം എന്നത് മാത്രം, അതിലാണ് ഇരിക്കുന്നതെന്ന് കരുതണ്ട. ഇതൊക്കെ ഒന്ന് ഉണർന്ന മനസ്സുകൊണ്ട് എന്താ പറയാ, ഗ്രഹിക്കാൻ ശ്രമം നടത്തൂ. യോഗസേവയാ എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസം, അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പരിശീലനം. ഏതിനായിക്കൊണ്ട്? ആ മനസ്സ് ബോധത്തിലേക്ക് അടുക്കുന്നതിനായിക്കൊണ്ടുള്ള നേരത്തെ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ പരിശീലനം. അതിനെയാണ് ഇവിടെ യോഗസേവയ എന്ന് പറയുന്നത്. നിരുദ്ധം ചിത്തം ഉപരമതേ. നിരുദ്ധമായ, നിരോധിക്കപ്പെട്ടിട്ടുള്ള മനസ്സ് എവിടെയാണ് ഉപരമിക്കുന്നത്? പ്രശാന്തമായ ഭാവത്തെ കൈവരിക്കുന്നത്. ഉപരമത എന്ന് പറഞ്ഞാൽ ഉപസമീപേ രമ, അടുത്തിരുന്ന് ആനന്ദിക്കുക. ആര്? ഞാൻ. എത്ര ആത്മനാ ആത്മാനം പശ്യന്
എത്ര എവിടെയാണോ ആത്മനാ ആത്മാനം, ആത്മാവ് കൊണ്ട് ആത്മാവിനെ പശ്യൻ, കാണുന്നവൻ, അറിയുന്നവൻ, ആത്മനിയേവ തുഷ്യതി, ആത്മാവിൽ തന്നെ അവൻ സന്തോഷിക്കുന്നു. അതായത് അവന് എന്താ പറയാ, അവന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതായത് മണിക്കൂറുകളുടെ മിനിറ്റുകളിലെ നിമിഷങ്ങളിലെ വീണ്ടും അതിൻ്റെയും സൂക്ഷ്മമായ നിമിഷങ്ങളെ, അതിൻ്റെ ഓരോ നാമ്പും ഓരോ കൂപത്തിലും അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു. എത്ര ആത്മനാ ആത്മാനം പശ്യന്, എത്ര എവിടെയാണോ ആത്മനാ ആത്മാനം, ആത്മാവ് കൊണ്ട് ആത്മാവിനെ പശ്യൻ, കാണുന്നവൻ, അറിയുന്നവൻ, ആത്മനിയേവ തുഷ്യതി, ആത്മാവിൽ തന്നെ അവൻ സന്തോഷിക്കുന്നു. അതായത് അവന് എന്താ പറയാ, അവന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതായത് മണിക്കൂറുകളുടെ മിനിറ്റുകളിലെ നിമിഷങ്ങളിലെ വീണ്ടും അതിൻ്റെയും സൂക്ഷ്മമായ നിമിഷങ്ങളെ, അതിൻ്റെ ഓരോ നാമ്പും ഓരോ കൂപത്തിലും അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതിൽ നിന്ന് വേറെ എന്താ പറയാ, വേറെ അല്ലാത്ത യാതൊന്നും തന്നെ ഇല്ല. അതിന്റെ സാന്നിധ്യം അറിയുക എന്നത് തന്നെയാണ് ആനന്ദം. ഈ സാന്നിധ്യം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റെവിടേക്കോ വിഷയമാണ്. ഇതതേ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്നു. എന്താ സാന്നിധ്യം? എന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം. പറയുന്നു, സുഖം ആത്യന്തികം യത് തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി യത്ര ന ച ഏവ അയം സ്ഥിതഃ ചലതി തത്വതഃ. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാതീതം, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് എന്ന് പറയുമ്പം ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തന യോഗ്യമാക്കുന്ന ശക്തിവിശേഷം. ഇന്ദ്രിയങ്ങൾ മോശം എന്നല്ല, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത്. ബുദ്ധിഗ്രാഹ്യം, എന്നാൽ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പം നാം എന്തൊക്കെയാണോ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നും ഗ്രഹിച്ചെടുത്തത് അതുപോലെ ഗ്രഹിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാലല്ല, അങ്ങനെയുള്ള ബുദ്ധിഗ്രാഹ്യമല്ല. എന്നാൽ അറിയാൻ സാധിക്കുന്നത് ആത്യന്തികം എന്ന് പറഞ്ഞാൽ അന്തത്തെ അതിക്രമിച്ചത്. ഏതൊന്നാണോ അന്തം, അവസാനം, അതിനെ അതിക്രമിച്ചത് ആത്യന്തികം. അവധിയില്ലാത്തത് എന്നൊക്കെയാണ് ആത്യന്തികം. അതിക്രാന്തം ഇന്ദ്രിയം യതി, അത് ഇന്ദ്രിയം. അതുപോലെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് ബുദ്ധിഗ്രാഹ്യം എന്ന് പറയുന്നു. യത് സുഖം, യത് എന്ന് പറഞ്ഞാൽ യാതൊരു, സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദം. തത് അതിനെ, എത്ര അയം വേത്തി, എത്ര ഏതൊരു അവസ്ഥയിൽ, അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞാൽ യോഗി അല്ലെങ്കിൽ ഞാൻ, വേത്തി അറിയുന്നുവോ, സ്ഥിതനായിരിക്കുമ്പോൾ, ഉറച്ച് നിലനിന്നുകൊണ്ട്, തത്വതഃ ആ പരമാർത്ഥ തത്വത്തില്, ന ചലതിയേവ അവൻ പിന്നെ ചലിക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ ഇപ്പോ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം, ധ്യാനവും നിർവൃതിയും രണ്ടും രണ്ടാണ്. ശരിക്കും മനസ്സിലാക്കണം. ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവന് നിർവൃതി എന്ന ഒരു അവസ്ഥാവിശേഷം കൈവരും. നിർവൃതി എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദം തന്നെയാണ്. പരമാനന്ദം എന്ന് പറയാൻ പറ്റില്ല. നിർവൃതി ഒരുവനെ കർമ്മത്തിൽ നിന്ന് വിമുഖനാക്കും. ഇത് വളരെ സൂക്ഷിക്കേണ്ടുന്നതാണ്. ഇതൊക്കെ ധ്യാനത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഈ ധ്യാനത്തിൽ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. ചിലർ അങ്ങനെയാണ്. ഒരു 28-29 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കൊന്നും പോകുന്നില്ല എങ്കിൽ, വീട്ടിൽ അത്യാവശ്യം കഴിക്കാനും വക ഉണ്ട് എങ്കിൽ പിന്നെ ഒരു ജോലിക്ക് എവിടെയും പോവില്ല. അതിലങ്ങനെ ഒരു രസം പിടിക്കും. അതുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കും.
ധ്യാനം നമ്മളെ കൊണ്ടുപോകുന്നത് വീണ്ടും കർമ്മനിരതനാകുന്നതിന് തന്നെയാണ്. കർമ്മനിരതനായിക്കൊണ്ട് തന്നെ താൻ ഈ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്തിരിയലൊക്കെ വളരെ അത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കളിയാണ്. അപ്പൊ ചിലർക്ക് ഇതൊക്കെ മതി, ഇനിയൊന്നും വേണ്ട, നല്ല സുഖമുണ്ട്, ഇതൊക്കെ മതി എന്നറിയല്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏർപ്പാട് ചെയ്യാത്തത്, മിണ്ടാതിരിക്കാത്തത്? കാരണം ലോകം എന്നെ നോക്കും. എന്നെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പറയും കൃഷ്ണൻ ഒന്നും ചെയ്യുന്നില്ല, ഏതു നേരം മരത്തിന്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ധ്യാന മധുരിമയിൽ ഭഗവാൻ അങ്ങനെ നിലകൊള്ളുന്നു എന്ന്. അപ്പൊ ധ്യാനം കൂടുതൽ കൂടുതൽ കർമ്മം എന്ന് പറഞ്ഞാൽ അതിൽ ഫലാസക്തി ഇല്ലാത്ത കർമ്മത്തെ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രേരണ, ഒരു ശക്തി നിരന്തരം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംഘവുമില്ലാത്തത്. അപ്പൊ ഒന്ന് പുറംതിരിയലാണ്. ഇതിൽ നിന്ന് ചില്ലറയൊക്കെ ചിലത് കിട്ടുമ്പോൾ നമ്മൾ മതി എന്ന് പറയില്ലേ? എന്തെങ്കിലുമൊക്കെ ചില്ലറയൊക്കെ കിട്ടുമ്പോൾ, ചില്ലറ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനി ഇതൊക്കെ മതിയെന്നെ പോരാന്ന് പറയാം, കുറച്ചുകൂടെ മുൻപിലേക്ക് പോകേണ്ടതുണ്ട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ യം ലബ്ധ്വാ ച അപരം ലാഭം മന്യതേ ന അധികം തതഃ യസ്മിൻ സ്ഥിതഃ ന ദുഃഖേന ഗുരുണ അപി വിചാല്യതേ. യം എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ എന്ന് പറഞ്ഞാൽ യാതൊരു ആത്മസാക്ഷാത്കാരത്തെ, സ്വരൂപ ലബ്ധിയെ. യം ലബ്ധ്വാ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട്, പ്രാപിച്ചിട്ട്, നേടിയിട്ട്. സംസ്കൃതത്തില് തുവാന്തം എന്ന് പറയും. തുവാന്തം ലബ്ധ്വ കൃത്വ, നമിച്ചിട്ട്, നമസ്കൃത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട്, ലബ്ധ്വ ലഭിച്ചിട്ട്, തതഃ അതിനേക്കാൾ, അപരം അധികം ലാഭം, ഇതിനേക്കാൾ അപരമായിട്ട് അല്ലെങ്കിൽ മറ്റൊന്നിനെ അധികം ലാഭം, ഇതിൽ കൂടുതൽ നേട്ടമായി, എന്നാ ഇതിനേക്കാൾ വലുത് വേറെയൊന്നുമുണ്ട് എന്ന എന്താ പറയാ മന്യതേ, അവൻ വിചാരിക്കുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു അനുഭവത്തെ പ്രാപിക്കുന്ന അവസ്ഥാവിശേഷത്തെ ഭക്തിസൂത്രത്തില് നാരദര് പറയുന്നു. യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി, അമൃതോ ഭവതി, തൃപ്തോ ഭവതി, യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി, ന ശോചതി, ന ദ്വേഷ്ടി, ന രമതേ, ന ഉത്സാഹി ഭവതി എന്നൊക്കെ പറയും. യാതൊന്ന് ലഭിച്ചിട്ട്, യാതൊന്ന് പ്രാപിച്ചിട്ട് ഇനിയൊന്ന് പ്രാപിക്കണമെന്ന ആഗ്രഹം ഇല്ലാതെയാകുന്നുവോ? അതുകൊണ്ട് ഈ അന്വേഷണം തന്നെ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളൊക്കെ തന്നെ ചാന്തോക്യ ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല്, ഉപനിഷത്ത് ഭാഷയിൽ പറഞ്ഞാല്, നമ്മൾ കടയിൽ പോയിട്ട് പൗഡർ മേടിക്കുന്നതും സോപ്പ് മേടിക്കുന്നതും ചീപ്പ് മേടിക്കുന്നതും തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നതും കള്ളു കുടിക്കാൻ പോകുന്നതും ഒക്കെ ആത്മരതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അറിയില്ല നമുക്ക് ആത്മാനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടം മുഴുവൻ. ആത്മനസ്തു കാമായ അരേ മൈത്രേ, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്നൊരു പ്രയോഗമുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ പറയണം. പക്ഷെ നമുക്കറിയില്ല ആത്മാവിന് പ്രിയം ജനിപ്പിക്കേണ്ടത്, ആത്മാവിന് പ്രിയമായിരിക്കുന്നത് എന്തെന്നും ആ പ്രിയത്തെ നേടേണ്ടത് എങ്ങനെയെന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നത് എന്ന് പറയാം. അതെല്ലാവരും ചെയ്യുന്നതെന്താ? ആത്മാന്വേഷണം. അപ്പൊ ഈ ആത്മാന്വേഷണമാണ് ടി വിയിൽ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ട് ചെയ്യുന്നത്. അതെ, വിവാഹത്തിന്റെ അന്ന് തന്നെ ഒരു പ്രസന്റേഷൻ കൊടുത്തു ടി വി. ഭർത്താവിന് കയ്യിൽ കൊടുത്തു ടി വി, ഇത് നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞു. വളരെ പ്രതീകാത്മകമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഭർത്താവിനോട് ടി വി വെച്ചിട്ട് പറഞ്ഞു, അവളെ വിളിച്ചിട്ട് പറഞ്ഞു, റിമോട്ട് ഇതാ നീയും വെച്ചോ, തുടങ്ങിക്കോളാൻ പറഞ്ഞു. മനസ്സിലായില്ല? വിട്ടേക്ക്. അപ്പം നാം അന്വേഷിക്കുന്നു എന്ത്? ഇതിൽ ചാനൽ മാറ്റുമ്പം നമുക്ക് എന്ത് വേണം? ആനന്ദം.
അത് മാറ്റി അതിട്ട് വെച്ചു. കുട്ടി ചെറുതാകുമ്പോൾ കരയുന്നു. എന്തിനാണ്? പാല് കുടിക്കാൻ. വിശന്ന് കഴിഞ്ഞാൽ അത് പാല് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല. പിന്നെ കളിപ്പാട്ടം വേണം. കളിപ്പാട്ടം കിട്ടിയാൽ പിന്നെ അത് വലിച്ചെറിയും. പിന്നെ അടുത്തതായി. ഈ അന്വേഷണമാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രകാരത്തിലും നാം അന്വേഷിക്കുന്നത് എന്താണ്? അതാണ്. അപ്പൊ ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നതോ കിട്ടേണ്ടത് കിട്ടാഞ്ഞിട്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു യം ലബ്ധ്വ, യാതൊന്ന് ലഭിച്ചാൽ പിന്നെ അവൻ അന്വേഷണം അവസാനിപ്പിക്കും. അതുകൊണ്ട് ഭാരതീയ ഋഷീശ്വരന്മാര് പണ്ടേക്ക് പണ്ടേ മാറാത്ത അനുഭവത്തെ അവരന്വേഷിച്ചു. എവിടെയാണ് മാറ്റമില്ലാത്ത അനുഭവം? അങ്ങനെ അവരുടെ അന്വേഷണത്തെ അവർ ഈ പ്രപഞ്ചത്തില് സൂര്യചന്ദ്ര നക്ഷത്രാദികളിൽ പോലും ഈ പരീക്ഷണങ്ങള്, നിരീക്ഷണങ്ങള് അവരെ ബോധിപ്പിച്ചു. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഈ വിശ്വം. മനസ്സിന്റെ പിറകില് ബുദ്ധിയെയും, ബുദ്ധിക്കപ്പുറത്തുള്ള അവ്യക്തത്തെയും, അവ്യക്തത്തിനും പിറകിലുള്ള അതിന്റെ കാരണത്തെയും, ആത്മാവിനെയും മഹാനാത്മാവിനെയും അതിന്റെ പിറകിലുള്ള ആ പുരുഷനെയും ബോധത്തെയും, ബോധത്തെ കടന്ന് ബോധത്തിന് മാറ്റമില്ലാത്ത ഇതാണ് സത്യമെന്നും ഇതാണ് എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനമായതെന്നും ഇതിലൊരു മാറ്റവും ഇല്ല എന്നറിഞ്ഞ ഋഷി ആ ആനന്ദത്തിൽ, ആ പരമാനന്ദത്തില് അവരങ്ങനെ നിലകൊണ്ടു. ഇതാണ് സത്യാന്വേഷണം. പക്ഷെ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഭൗതികമായ ശാസ്ത്രവും ഈ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കാര്യം നമുക്ക് മനസ്സിലാവും. വലിയ താമസമൊന്നുമില്ലാതെ അവർ ഈ ഭാഷയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നാം അകലം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും അകലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഭാര്യയും ഭർത്താവ് 2 റൂമിലിരുന്ന് SMS അയക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. അതെ, SMS-ലാണ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് പൂക്കടക്കാരനോട് പറഞ്ഞു, ഈ അഡ്രസ്സിൽ പക്ഷെ പൂക്കൾ അയച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ ഫ്രഷ് പൂക്കളുണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്ക് പൂക്കടയിൽ അഡ്രസ്സ് കൊടുത്താൽ മതി. ടെലിഫോൺ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ല ഫ്രഷ് പൂക്കൾ, നല്ല റോസാപ്പൂക്കൾ, ഏതാ വേണ്ടത്, ചുവപ്പ് വേണോ, വെള്ള വേണോ, മഞ്ഞ വേണോ, എന്തൊക്കെ അതിൽ ചേർക്കണം, നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അതിൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സമയത്തിന് അവർ കൊണ്ടുകൊടുത്തോളൂ. കൊണ്ടുകൊടുക്കുന്ന ആള് നമ്മുടെ ദൂതനായിട്ട് അവർ കൊണ്ടുകൊടുക്കും. കാശ് നമ്മളിവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇദ്ദേഹം അഡ്രസ്സ് കൊടുത്തു. അപ്പൊ പൂക്കാരനെ ആളെ അറിയാം. പൂക്കാരൻ പറഞ്ഞു, സാറേ ഇപ്പൊ വാക്കുകളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഭാര്യയ്ക്കാ കൊടുക്കണത്. വാക്കുകളൊക്കെ അസ്തമിച്ചോ സാറിന്റെ? ഒരു തമാശയാണെങ്കിലും വലിയ കാര്യമുണ്ട് അതിലെന്ന് പറയാം. എല്ലാം യാന്ത്രികമായി തീരണം. ഔപചാരികതയിലാണ് നമ്മുടെ ജീവിതം തന്നെ പോകുന്നത്. ശാസ്ത്രം വളരുന്ന സമയത്ത് നമ്മുടെ അകലം കൂടിക്കൊണ്ടിരിക്കണം. എന്നാൽ അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ കണ്ടെത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ടെലിഫോണ് വീടിന്റെ ഒരു മൂലയിലായിരുന്നു. ടെലിഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകണം. പിന്നീട് ആ അകലം കുറയ്ക്കാൻ വേണ്ടി കോഡ്ലെസ് വന്നു. അല്ലേ? ആ കോഡ്ലെസ് വന്നു. പിന്നെന്തായി? കോഡ്ലെസ്സിന് ഒരു പരിധിയായി. വീട്ടിന്റെ 100 മീറ്റർ 50 മീറ്റർ ഒക്കെ ആയി. പിന്നെ നമ്മൾ തന്നെ ആലോചിച്ചു, ഇതിങ്ങനെ കൊണ്ടു നടന്നാൽ, പോകുന്നിടത്തൊക്കെ മുഴുവൻ നടന്നാൽ കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേജർ വന്നത്. മൊബൈലല്ല വന്നത്, പേജർ വന്നു. പേജറിൽ വെറും പേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കുമല്ലോ അല്ലേ? പേജർ, അതെ, പേജർ വന്നു. പേജർ എവിടെയാണെങ്കിലും നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈലും വന്നു. ഇല്ലേ? വേണ്ടത്ര നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളതാ. ഇപ്പൊ ഏറെക്കുറെ എല്ലായിടത്തും നെറ്റ്വർക്കായി തുടങ്ങിയില്ലേ? ആദ്യമായിട്ട് ഒരു സ്ത്രീ, അമ്മ ഭർത്താവിനെ ഫോൺ വിളിക്കുക. അപ്പം അവർക്ക് കിട്ടുന്ന മെസ്സേജ് വേറെ ഏതോ സ്ത്രീ പറയാണ്, നിങ്ങൾ വിളിക്കുന്ന ആള് പരിധിക്ക് അപ്പുറത്താണ്. ഓരേ വരട്ടെ ഇങ്ങോട്ട്, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്.
പരിധിക്കപ്പുറത്തേക്ക് പോകുന്നത്. ഇല്ലേ? അകലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നാം എന്തൊക്കെയാണോ കണ്ടെത്തിയിട്ടുള്ളത്, ഈ ഉപകരണങ്ങളെല്ലാം നമ്മുടെ അകലം കുറച്ചോ അതോ അകലം കൂട്ടിയോ? ആലോചിക്കേണ്ടതാ. ഇതൊക്കെ ഈ ഒരു അറിവുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക്, ഇതിന്റെ അനുഗ്രഹം അങ്ങേയറ്റം നമുക്ക് ഈ അനുഗ്രഹത്തെ, അത് അനുഗ്രഹമായി നിലകൊള്ളണം നമ്മുടെ ഉള്ളിൽ, നമ്മിൽ എന്ന് പറയാം, ഈ വസ്തുക്കളെല്ലാം. പക്ഷെ അകലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എവിടെയാണ് കിടക്കുന്നത്, ഒരാൾ എവിടെയാണ് കിടക്കുന്നത്, പക്ഷെ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. ഇവിടെ ഋഷി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, ആദ്യം നമ്മളെ കണ്ടെത്താൻ. അതിനെന്ത് വേണം? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടം മതിയാക്കാം നമുക്ക്. ഇങ്ങനെയുള്ള ഓട്ടം ഉണ്ടല്ലോ, അപരം അധികം ലാഭം ന മന്യതേ. വേറൊന്ന് ലാഭമായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമാണ്. ന മന്യതേ യസ്മിൻ സ്ഥിതഃ. യസ്മിൻ യാതൊന്നിൽ സ്ഥിതഃ, സ്ഥിതനായിരുന്നു കഴിഞ്ഞാൽ ഗുരുണ. ഗുരുണ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള, ലഘു ഗുരു. ഗുരുണ ദുഃഖേന അപി. ഗുരുണ ദുഃഖേന അപി. ഏറ്റവും കാഠിന്യമാർന്ന ദുഃഖം എന്ന് പറയുമ്പോൾ മരണം തന്നെയാണ് ഒരുവനെ സംബന്ധിച്ച്. അതിൽ നിന്നും അത് വന്നു എങ്കിൽ തന്നെ ന വിചാല്യതേച്ച, അവൻ ഇളക്കപ്പെടുന്നില്ല എന്ന് പറയാം. ചിലപ്പോ നമ്മളെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ അതങ്ങനെ എന്താ പറയാ, ആട്ടി മുടി ഉലച്ച് താറുമാറാക്കി കളയും. ആരുടെയെങ്കിലുമൊക്കെ മരണം, വേണ്ടപ്പെട്ടവരുടെ ഒക്കെ മരണം. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു അനുഭവത്തിന് നാം ഒരിക്കൽ വിധേയമായാൽ പിന്നെ ഏത് കാഠിന്യമാർന്ന ദുഃഖത്തിനും നമ്മെ ഇളക്കാൻ ഒരു പ്രകാരത്തിലും സാധ്യമല്ല. അതുകൊണ്ട് മരണാനന്തരമല്ല ഇത് നേടേണ്ടത്, മരണത്തിന് മുൻപേ. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ നമ്മുടെ ആചാര്യന്മാര് അച്ഛനോടുള്ളത് അമ്മയോടുള്ളതൊക്കെ കടപ്പാടായിട്ട് എന്താ ചെയ്യുന്നത്? സ്വാത്മസാക്ഷാത്കാരം തന്നെ. തന്നെ അറിയാന്നുള്ളതാണ്. തന്നെ അറിയുന്നതോടുകൂടി താൻ അറിയും ആര്? അപരനെ താൻ അറിയും ആരെന്ന്. പിന്നെ അയാളുടെ അസാന്നിധ്യം തന്നിലൊരു വിടവുണ്ടാക്കില്ല. കാരണം അച്ഛനാണ് എന്നിലൂടെ നിലനിൽക്കുന്നതെന്നും അച്ഛന്റെ സങ്കല്പങ്ങളെ ഞാൻ പൂർത്തീകരിക്കുമെന്നും, അച്ഛൻ ഇല്ലാതെയായിട്ടില്ല, അല്ലെങ്കിൽ അമ്മ ഇല്ലാതെയായിട്ടില്ല. ഏതൊരാളെയും നമുക്ക് ആവിഷ്കരിക്കാവുന്നതാണ്. ഏതൊരാളെയും. ആരും ഇവിടുന്ന് ഇല്ലാതെയാവുന്നില്ല എന്ന് പറയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് മഹാത്മാക്കളെയും നമ്മുടെ വീട്ടിൽ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് രാമകൃഷ്ണദേവനെ വേണോ? വചനാമൃതം മേടിക്കൂ. വിവേകാനന്ദ സ്വാമികളെ വേണോ? സാഹിത്യ സർവസ്വം മേടിച്ചോളൂ. അതിനും പിറകിൽ ബുദ്ധനെ വേണോ, കൃഷ്ണനെ വേണോ, രാമനെ വേണോ, നബിയെ വേണോ, മുഹമ്മദിനെ വേണോ, ആരെ വേണം? ക്രിസ്തുവിനെ വേണോ? നമുക്കതിനെ ആവാഹിക്കാൻ സാധിക്കുന്നവരെയാണ്. അപ്പൊ അവരൊന്നും ഇല്ലാതെയാവില്ല. അതുകൊണ്ട് ഈ കല മനസ്സിലാക്കി വയ്ക്കുക.